എന്തുകൊണ്ടാണ് അവർ ന്യായീകരിക്കുന്നത്? അതവരുടെ ജീവിതമാർഗാണ്. അവർക്ക് ന്യായീകരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഒന്ന് കേട്ടോളൂ. കേട്ടോളെ, അല്ലാഹു തആല ഉറക്കവും ഉറക്കവും ഇല്ലാത്തവനാണ്. ഉറക്കവും ഇല്ലാത്തവനാണ്. അപ്പോ അള്ളാഹനെ 24 മണിക്കൂറും വിളിക്കാം. കാരണം അള്ളാഹ്ക്ക് ഓർക്കൂലാരോ. നമ്മൾപ്പെട്ട ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ എന്ത് വേണോ? നിങ്ങൾ എപ്പാ വിളിക്കണ്ടേന്ന് ആദ്യം ചോദിക്കണം. അതാദ്യം വിളിച്ചു ചോദിക്കണം അല്ലേ? ഇരിക്കട്ടെ, മൗലവി പറയാണ്. കാരണം മനുഷ്യന്മാരാകുമ്പോൾ ഉറക്കിലല്ലായി പോവില്ലേ. അതുകൊണ്ട് 24 മണിക്കൂറും ഒരാളെ വിളിക്കാം എന്ന് വന്നാൽ പഠിച്ചവനാക്കലായി. കാരണം പഠിച്ചവനാണല്ലോ ഉറക്കൊന്നില്ലാത്തത്. അപ്പൊ നിങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വായികൂടാ ഉത്തീരം നൽകും ഞാൻ എന്നോവർ. എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുമെന്ന് മുഹീദ്ദീൻ ശൈഖ് പറയുന്ന മാലയില്. അപ്പൊ മുഹീദ്ദീൻ ശൈഖ് പഠിച്ചവനായി പോയില്ലേനാ. വല്ലാത്ത കണ്ടുപിടുത്തം തന്നെ. അവൻ പഠിച്ചവനായി പോയി. കാരണം വല്ല നിലത്തും വിളിച്ച ഉത്തരം ചെയ്യുന്നല്ലോ. മൗലവിക്ക് വിവരം അറിയോ? 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ പഠിച്ചവനാ. 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ പഠിച്ചവനാ. മൗലവിക്കറിയ ഇത് ലോകം ഏതാണ്? മുജാഹിദൊക്കെ കെട്ടേണ്ട ലോകമാണിത് കേട്ടോ. ഇത് കണ്ടങ്ങള് മൊബൈൽ ഫോണാ. ഈ മൊബൈൽ ഫോണില് നമുക്ക് വിളിക്കണം. ഇവിടുത്തെ ഇന്ത്യയിലെ എനിക്ക് ഓർമ്മയില്ല, ഷാർജയിലെ പറയാ ഞാൻ. എന്ത് 131 ഞെക്കുക, 131 എന്നാ ഞെക്കിയാലോ അതെന്റെ ഓർമ്മ. എത്ര നമ്പർ തെറ്റിക്കണ്ടേ? ഇനിയിപ്പോ അത് വലിയ മസാല ആക്കണ്ടേ? ടൈപ്പ് ചെയ്ത് വരണ്ട. അങ്ങനെ ഞെക്കുക. അപ്പൊ ഞെക്കുമ്പോ എന്ത് ചെയ്യൂ? ഞെക്കുമ്പോ മറുപടി കിട്ടൂ. നിങ്ങൾക്ക് 32 ദിർഹമും 45 ഫിൽസും ബാക്കിയുണ്ട്. അതെപ്പം വിളിച്ചാലും കിട്ടൂലേ മൗലവി? 24 മണിക്കൂറും കിട്ടും. നിങ്ങളെ കണക്കിന് എന്തായി? 24 മണിക്കൂറും കിട്ടുന്ന പഠിച്ചവനാവൂലേ? 24 മണിക്കൂർ മറുപടി കിട്ടുകയാണെങ്കിൽ പഠിച്ചവനാണല്ലേ നിങ്ങളെ കണ്ടുപിടുത്തോ. കാരണം വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. ഇവർക്ക് ബായില്ലട്ടോ. ഉത്തരം 24 മണിക്കൂറും കിട്ടൂ. നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്, അപ്പൊ ഉത്തരം കിട്ടൂ. അപ്പൊ ഇവരെ കണക്കെന്താ അറിയോ? സിനത്തും വരാനും ഉറക്കും തൂങ്ങിയർക്കും ഇല്ലാതെ 24 മണിക്കൂർ മറുപടി പറയാണെങ്കിൽ പഠിച്ചവനായി പോകുന്ന. അപ്പൊ എല്ലാ ഫോണും പഠിച്ചവനല്ലേ മൗലവി? ഇതാണ് ഇപ്പൊ വലിയ ആളെ ന്യായീകരണം. പിന്നെ ഇപ്പൊ ചോട്ടകളത് പറയേണ്ടതില്ലല്ലോ. ഹുസൈൻ സലഫി കണക്കിന് മറുപടി കൊടുത്തു. മുസ്ലിയാരെ ഇങ്ങനെ ഷാർജയിൽ വന്നിട്ട് ലിഫ്റ്റിലൊന്ന് കുടുങ്ങിയാലോ വിളിച്ചാ കിട്ടോ? നെറ്റ്വർക്ക് കംപ്ലൈന്റ് ആയാലോ വിളിച്ചാ കിട്ടോ? റേഞ്ചിന് പുറത്തായാലോ വിളിച്ചാ കിട്ടോ? നിങ്ങൾ ഔലിയാക്കന്മാരെങ്ങനെ റേഞ്ചിന് പുറത്തായാലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല മറുപടി ഹുസൈൻ സലഫി കൊടുത്തിട്ടുണ്ട്. അപ്പോ മൊബൈൽ ഫോൺ വന്നപ്പോ അതും കൂടി തെളിവായി. വേറൊരു പത്തപ്പിയത്തേരം വായാടി സക്കാഫി എന്ന് ഈക്കാര് പറയുന്ന ഒരു സക്കാഫി ഉണ്ട്. ആ സക്കാഫി പറഞ്ഞ എന്താണെന്നറിയോ? എക്സ്റേ മെഷീൻ വന്നു, പോളിഗ്രാഫ് ടെസ്റ്റ് വന്നു. അതോടുകൂടി അതാ മുഹ്യിദ്ദീൻ മാല സത്യസമ്പൂർണായി. കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. എക്സ്റേ മെഷീൻ അതാ മുഹ്യിദ്ദീൻ മാല ചൊല്ലുന്നു. മൊബൈൽ ഫോൺ അതാ മുഹ്യിദ്ദീൻ മാല ചൊല്ലുന്നു. എക്സ്റേ മെഷീൻ പറഞ്ഞ കണ്ണ് കാണാത്തതും കൽഭാഗത്തുള്ളതൊക്കെ കൽബിലുള്ളത് പോളിഗ്രാഫിൽ മനസ്സിലാവുന്ന. പോളിഗ്രാഫിൽ നുണപരിശോധന നടത്തിയാല് ഇയാളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ചില വേരിയേഷൻസ് കണക്കിലെടുത്തിട്ട് ഇയാൾക്ക് എന്തെങ്കിലും മാറ്റം ഈ പറയുമ്പോണ്ടോ എന്ന് പരിശോധിക്കലാണ്. അത് അത്ര കൃത്യമായതൊന്നുമല്ല. മനസ്സിലുള്ള എല്ലാം പറയാൻ പോളിഗ്രാഫിനല്ല ഒന്നാളെ കൊണ്ടും കഴിയൂല. എന്ന് മാത്രല്ല, ഈ പറഞ്ഞ എക്സ്റേ മെഷീന് തുറന്നു നോക്കിയാണ് കാണൂലേ? കീറി നോക്കിയാ കാണുന്നത് ഫിലിമിൽ കാണുന്നല്ലോ. ഇല്ലാത്ത സാധനത്തെ അതാണോ കണ്ണ് കാണാത്തതും കൽഭകത്തുള്ളതും പറഞ്ഞ? അപ്പൊ അങ്ങോട്ട് പറഞ്ഞുടനെ യാക്കവുമല്ലേ മുമ്പിൽ എന്നറിയണേ. മൂപ്പര പ്രസംഗത്തിന്റെ ഒപ്പം കേട്ടില്ലേ? ഒരു മിമിക്രിയും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയണം മൂപ്പര വയന്ത് വെക്കുമ്പോ. അക്കാദ്യ പ്രസംഗം. ഈ രൂപത്തിലുള്ള മൊബൈൽ ഫോണും എക്സ്റേ മെഷീനൊക്കെ വിളിച്ചിട്ട് മുഹ്യിദ്ദീൻ മാലയെ ന്യായീകരിക്കുന്ന ഇത്തരം മുസ്ലിയാക്കന്മാരാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നത്. ശിർക്ക് ചെയ്യാനുള്ള ഇത്തരത്തിലുള്ള വളിഞ്ഞ ന്യായീകരണങ്ങൾ നൽകിക്കൊണ്ട് പരിശുദ്ധ ഖുർആനും ഹദീസും അതിനെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരാരോ അവരാണ് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നത്, ഞങ്ങളല്ല. കാരണം ഇത് അവർക്ക് ജീവിത മാർഗമാണ്. അവർക്ക് ന്യായീകരിച്ചേ തീരൂ. അതിന്റെ പങ്കുപറ്റികളും അതിന്റെ ഗുണഭോക്താക്കളുമാണ് APEK, ആന, ടൈഗർ ആര് പറഞ്ഞാലും ശരി. ജാറം കച്ചവടത്തെ കാസിമി എതിർത്തു. മലബാറില് ജാറം കച്ചവടം ചെയ്തവരുണ്ട്. ആരാ? മൂപ്പര ആള് തന്നെ. മമ്പറം സെയ്തലവി തങ്ങളെ ജാറം ദാറുൽ ഹുദക്കാര് കച്ചവടാക്കി.
ദാറുൽ ഹുദന്റെ പോലീസ് എന്താണെന്നറിയോ? അവിടെ ഇംഗ്ലീഷിൽ പയക്കം പറയുന്ന തലി കെട്ടിട്ടിയ മൂല്യന്മാരുണ്ട് എന്നാണ്. ഓ, വലിയ കാര്യമായി. കള്ളനെ പഠിച്ച കള്ളനായി എന്ന് പറഞ്ഞ മാതിരി ഈ മുസ്ലിയാരെ പഠിപ്പിച്ചോ ഇംഗ്ലീഷിലും ഖുറാബാത്ത് പറഞ്ഞിരിപ്പിക്കും. വേറെന്താ? വേറെ വല്ലതുണ്ട്? അവിടെ ഇബ്ലീസിന് പഞ്ചുണ്ടോ ഇംഗ്ലീഷ് രാജ്യത്ത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനത്തെ ദാറുൽ ഹുദന്റെ വരുമാനം എന്താ? ജാറം മൂടൽ. സെയ്ദലവി തങ്ങളെ ജാറം ഞങ്ങൾ ഏറ്റെടുത്ത് മോടി പിടിപ്പിച്ചു, പരസ്യം കൊടുത്തു, ആളെ കൂട്ടി. അന്ന് ആദ്യമൊക്കെ 25,000 ഉറുപ്പിയക്കാണ് ജാറം മൂടൽ നടന്നെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്ത ശേഷം 40,000 ബിസിനസ് വർദ്ധിച്ചു. എടുക്കാനും പുതക്കാനും പിരിക്കാനൊക്കെ ശിർക്കിന്റെ പണം. ഇതല്ല ഇവരെ കണ്ട സത്യം മനസ്സിലാകണേ. ഈ ദാറുസ്സലാം ഉണ്ടല്ലോ, ദാരിമികൾ ഇറങ്ങുന്ന സ്ഥലം, ആ ദാറുമണിക്കാർക്കുള്ള വരുമാനം എവിടുന്ന് അറിയോ? കോഴിക്കോട് അപ്പവാണിപ നേർച്ച. കണ്ണപ്പം, കാലപ്പം, കയ്യപ്പം. എന്തസുഖം വന്നാലും സിഫിലിസിനും ഗുണോറിയക്കും അതിന്റെ അപ്പം ഓരോ കോലത്തിലുള്ള അപ്പം അവിടെ ഉണ്ടാക്കി കൊടുത്താൽ അതങ്ങ് നേർച്ചയാക്കിയാൽ എല്ലാ രോഗവും സുഖപ്പെടുന്നതാണ്. എഴുതിയിട്ട് കൈ വഴങ്ങിയതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പിന്നീട് വന്ന സയ്യിദ് ദാരിമി പറഞ്ഞ ലക്ഷങ്ങൾ അടിച്ചോണ്ട് പോകുന്നത് ഈ കണ്ണപ്പം, കയ്യപ്പം, കാലപ്പം വിറ്റിട്ട്. ഈ ജാറത്തിന്റെ പൈസ എടുക്കാനും പുതക്കാനും വിരിക്കാനും ഒക്കെ ശിർക്കിന്റെ പണം. ഇവർക്കുണ്ടോ സത്യം മനസ്സിലാകുന്നത്? വളരെ വിദൂരമാണ് സുഹൃത്തുക്കളെ. ആ രൂപത്തിലുള്ള വരുമാന മാർഗമാണ് ഈ ശിർക്ക്. അതുകൊണ്ടാണ് ഇവർ ന്യായീകരിക്കുന്നത്. ഇപ്പൊ സയ്യിദ് മദനി തങ്ങളെ ജാറത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് അതിന്റെ പോരിശ പറഞ്ഞുകൊണ്ടൊരു ചെറിയ കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ആ കാസറ്റിൽ പറയുന്നത് മൂപ്പര് മരിച്ചപ്പോ സയ്യിദ് മദനി ഉള്ളാൾ ജാറുണ്ടല്ലോ, ഉള്ളാൾ ജാറത്തിൽ മറമാടപ്പെട്ട സയ്യിദ് മദനി മരിക്കുമ്പോ ഭാര്യ ചോദിച്ചത്ര, ഞാനിങ്ങനെ കഷ്ടപ്പെടുമല്ലോ നിങ്ങൾ മരിച്ചാലേ. അനക്കുള്ളതൊക്കെ നമ്മളെ ജാറത്തുനിന്ന് കിട്ടുന്നു. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ക്ലിപ്പ്. അവർ തന്നെ ഇറക്കിയ കാസറ്റിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ്. നമ്മളെ വകയല്ലേ, കേട്ടോളി. നിത്യജീവിതത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന സയ്യിദ് അവരുടെ പ്രിയ പ്രേയസി ഒരിക്കൽ മഹാനവറുകളുടെ സമീപത്ത് ചെന്ന് താഴ്മയോടെ ചോദിച്ചു, മഹാനവറുകളെ, അങ്ങ് രോഗശയ്യയിലാണ്. ജന്മം അല്ലാഹു തന്നു, അതുകൊണ്ട് തന്നെ മരണം അവന്റെ സഹയാത്രികനാണ്. ആര് എപ്പോൾ മരിക്കുമെന്ന് ആർക്കും തിരിച്ചറിവില്ല. സാധുവായി എനിക്ക് മുമ്പാണ് അങ്ങ് വഫാത്താകുന്നതെങ്കിൽ ഇനിയും ഞാൻ ദുരിതത്തിലേക്ക് വഴുതി വീഴും. ഇത് കേട്ട് മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബീവി, ഒന്നും ഭയപ്പെടേണ്ട. നിനക്ക് ജീവിക്കാനുള്ള വക എന്റെ കബറിടത്തിൽ നിന്ന് ലഭിക്കും. ഇത് കേട്ട് മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബീവി, ഒന്നും ഭയപ്പെടേണ്ട. നിനക്ക് ജീവിക്കാനുള്ള വക എന്റെ കബറിടത്തിൽ നിന്ന് ലഭിക്കും. അപ്രതീക്ഷിതമായ മറുപടി കേട്ട് ബീവി വിങ്ങിപ്പൊട്ടി. എന്തിനാ വിങ്ങിപ്പൊട്ടത്? ചിരിക്കല്ല വേണ്ടത്. കാരണം വക കിട്ടുന്നാ പറയണത്. ഞാൻ മരിച്ച എന്റെ ജാറത്ത് കിട്ടും. അപ്പൊ ജാറത്തിലൊരു പിരിവ് വെട്ടി വെക്കും. അവിടെ വയറ്റുന്നോ കുടിച്ചോനും കുരിപ്പിടിച്ചോനും പ്രേമം പൊളിയായിരിക്കാനുള്ള കാമുകി എല്ലാരും കരിച്ചന്ത അണ്ടി കൊണ്ടുപോകണോനും എല്ലാരും കൊണ്ടുവന്ന് പൈസ ഇടും. അതിന് നടക്കങ്ങനെ തിന്നാണ്. എന്നിട്ട് അതിനെപ്പറ്റി ഒരു തർക്കം. ജാറത്തിലെ വരുമാനം ജാറത്തിൽ മർമാടപ്പെട്ട ആൾ എടുക്കണോ പരിപാലന കമ്മിറ്റി എടുക്കണോ? സമസ്തയിലേക്ക് ചോദ്യം പോയി. രണ്ടു കൂട്ടർക്കും ഫത്വ കിട്ടി. കമ്മിറ്റിക്കാർക്ക് ഓൽക്ക് വേണ്ടവും കിട്ടി, വീട്ടുകാർക്ക് ഓൽക്ക് വേണ്ടവും കിട്ടി. നമ്മളെ മദ്ഹബിൽ എല്ലാത്തിനും കാലകീലകളുണ്ടല്ലോ, കീലകൾക്ക് പഞ്ഞല്ലല്ലോ. ഇസ്ലാമിലുണ്ടോ കൂട്ടരെ? കള്ളുടിക്കുമ്പോ വിസ്മിയല്ലണോ എന്നൊരു ഫത്വ ചോദിക്കും ആരെങ്കിലും? കള്ളുടി ഇസ്ലാമിലില്ലാത്ത എന്താ ഒരു ജാറം കെട്ടിപ്പൊന്തിച്ചിട്ട് അവിടെ ഒരു പെട്ടി വെച്ച് പിരിക്കല്. ഇവിടുന്ന് പോണ ഖുറാബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അവിടുത്തെ പെട്ടിയിലിടാൻ വേണ്ടി 500ന്റെ നോട്ടും 100ന്റെ നോട്ടും ഒക്കെ ആയിട്ട് പോകും. മദീനത്തിൽ എന്നിട്ട് ഖുറാബി ഇങ്ങനെ തെരയും, എവിടെയാ പെട്ടി കാണൂല. അങ്ങനെ ഒരു വാജിയാർ പോയപ്പോ പറഞ്ഞ് ഞാൻ ഇട്ടു. എവിടുന്ന്? ഞങ്ങളാരും കണ്ടില്ലോ. അതിന് ഉസ്താദിന്റെ അടുത്ത് നിൽക്കണം. നിങ്ങൾ ഇങ്ങനെ ഉസ്താദിന്റെ അടുത്ത് വിട്ടു നിൽക്കും. ഞാൻ ഒട്ടി നിന്നു. അതിന് അടുത്ത് എത്തിയപ്പോ ഉസ്താദ് കൊണ്ട് ഇങ്ങോട്ട് വേണ്ട, ഞാൻ ഇടാന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് ഈസിക്കട്ടിടേ. അത് ഇവനെ അറിയില്ലല്ലോ, ഖുറാബിയല്ല സാധനം. കണ്ടങ്ങള് അവിടെ പെട്ടിയുണ്ടോ? മക്കത്തും മദീനത്തും പെട്ടിയുണ്ടോ? ഒരു പെട്ടി വെച്ചാൽ എത്രങ്ങാനും റിയാലുകൾ കോടിക്കണക്കിന് ഇയാൾ സൗദി ഗവൺമെന്റ് കിട്ടൂലേ? ഈ പെട്ടിപ്പിരിവിലൂടെ നിനക്ക് ജീവിക്കാമെന്ന് ഒരാൾ വസിയത്ത് ചെയ്തു എന്നും, എന്നിട്ട് ആ വസിയത്ത് ലോകത്ത് വിളംബരം ചെയ്യാണ്. ബീവി, നീ പേടിക്കണ്ട, അന്നെ ഈ സമുദായം ഏറ്റെടുത്തോളും, എന്റെ ശിഷ്യന്മാരും എന്റെ കുടുംബക്കാരും നാട്ടുകാരും ഏറ്റെടുത്തോളും. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വായു കീറി എനിക്ക് കഷ്ടപ്പെടൂല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അനക്കുള്ള വക എന്റെ ജാറത്തുനിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഭാര്യമാരോട് പറഞ്ഞത്? വഫാത്താകുമ്പോ ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രിസ്ത്യാനികളെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. അവരവരെ പ്രവാചകന്മാരെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാറിൽ തലവെച്ചുകൊണ്ടാ റസൂൽ വഫാത്തായത്.
ആയിഷ റളിയല്ലാഹു അൻഹ 48 കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ മരിച്ചത്. അവര് പറയാണ് യുഹദ്ദിറു മിഥലല്ലദീ സനഉ, ജൂതന്മാരും ക്രിസ്ത്യാനികളും ചെയ്തതുപോലുള്ളത് എന്റെ സമുദായം ചെയ്യുമെന്നതിനാൽ അള്ളാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. വലൗലാദാക ഉബരിസ ഖബറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങൾ ആരാധനാ കേന്ദ്രമാക്കുമോ എന്ന പേടിയില്ലായിരുന്നെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബർ വെളിയിൽ എവിടെയെങ്കിലും ആക്കുമായിരുന്നു. തുറസായ സ്ഥലത്ത് ഖബർ കാക്കാതെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രൈവറ്റ് റൂമിലാക്കിയാനുള്ള ഒരു കാരണം എന്താണ്? ആളുകൾ ആരാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കണ്ട നിങ്ങള്, അലാ വഇന്ന മൻ കാന ഖബലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹിം മസാജിദ. നിങ്ങൾ അറിയണം, നിങ്ങളെ മുമ്പുള്ളവർ പ്രവാചകന്മാരുടെയും സാലിഹീങ്ങളെയും ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കിയിരിക്കുന്നു. വഇന്നി അൻഹാകും അൻ ദാലിക, ഞാനിതാ നിങ്ങളോട് അതിനെ വിരോധിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ മരിക്കണതിന് മുമ്പ് ഭാര്യമാർക്കും ഉമ്മത്തിനും കൊടുത്ത വസിയത്ത് ഇതാണ്. സയ്യിദ് മദനി കൊടുത്തതോ, ഇജ്ജ് പേടിക്കണ്ട, അനക്കിന്റെ ജാറത്തുനിന്ന് കിട്ടുന്ന. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വതനൻ യുഅബദു, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചതാ. പേരോട് ചോദിക്കാണ്, ആ ദുആക്ക് ഉത്തരം കിട്ടിയണോ മൗലവി? കിട്ടിയെന്ന് പറഞ്ഞാലും ഓൽക്ക് ഗുണാണ്, കിട്ടിയില്ല എന്ന് പറഞ്ഞാലും ഗുണാണെന്നാ ഒരു മുസ്ലിയാർ പ്രസംഗിച്ചത്. കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അള്ളാഹിന്റെ റസൂലിന് എല്ലാ ദുആക്കും ഉത്തരം കിട്ടും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? രണ്ടും ശരിയല്ല. ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്, എല്ലാ ദുആക്കും ഉത്തരം കിട്ടിക്കോളന്നില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ നൂനിയത്ത് എന്ന് പറയുന്ന പ്രസിദ്ധ ബൈത്തിൽ പറഞ്ഞു, വദഅ ബി അല്ലാ യജ്അലൽ ഖബറല്ലദി ഖദ് ലമ്മഹു വതനം മിനൽ ലൗസാനി ഫഅജാബ റബ്ബുൽ ആലമീന ദുആഹു ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി. വദഅ റസൂലുള്ളാഹി ദുആ ചെയ്തു, ബി അല്ലാ യജ്അലൽ ഖബറല്ലദി ഖദ് ലമ്മഹു വതനം മിനൽ ലൗസാനി, അദ്ദേഹത്തെ ഉൾക്കൊണ്ടിട്ടുള്ള, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉൾക്കൊണ്ടിട്ടുള്ളതായ ആ ഖബറിനെ ബിംബങ്ങളിൽപ്പെട്ട ഒരു ബിംബമാക്കല്ലേ എന്ന് ദുആ ചെയ്തു. ഫഅജാബ റബ്ബുൽ ആലമീന ദുആഹു, റബ്ബുൽ ആലമീന ദുആക്ക് ഉത്തരം ചെയ്തു. ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി, 3 ചുമരുകൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുകളെ മറച്ചു കളഞ്ഞു. ഏതാ 3 ചുമര്? ഒന്ന് ആയിഷമ്മ ബീവിയുടെ വീട്, ആ വീടിന്റെ ചുമരുകൾ അത് കേടു വന്നപ്പോൾ ഖലീഫമാർ നന്നാക്കി തീർത്തു, ഭദ്രമാക്കി വെച്ചു. പിന്നീട് സുഹൃത്തുക്കളെ, ഖബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്ന് പറഞ്ഞാൽ ആയിഷമ്മ ബീവിന്റെ വീട്ടിലാണ്. ആയിഷമ്മ ബീവിന്റെ വീട് എന്ന് പറഞ്ഞാൽ മദീന പള്ളിയുടെ ചെരുവിലാണ്. ഖലീഫമാര് പള്ളി വിപുലീകരിച്ചപ്പോ മറ്റ് 3 ഭാഗത്തേക്കും വിപുലീകരിച്ചു. പക്ഷേ റസൂലുള്ളാഹിന്റെ വീടിന്റെ ഭാഗത്തേക്ക് വിപുലീകരിച്ചില്ല. കാരണം ഖബർ പള്ളിയിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി. പക്ഷേ മറ്റൊരു ഉമവി ഖലീഫയായിരുന്ന വലീദ് ബിൻ അബ്ദുൽ മലിക് ആ ഭാഗത്തെ കൂടി പള്ളി വിപുലീകരിച്ചു. പക്ഷേ ആ ഭാഗം പള്ളിയിൽ പെടാത്തതാണ് എന്നറിയിക്കാൻ വേണ്ടി ഖബറിനെ വലയം ചെയ്തുകൊണ്ട് ഒരു വൻമതിൽ, ഒരു പഞ്ചകോൺ മതിൽ ഉണ്ടാക്കുകയുണ്ടായി. അതാണ് 2ാമത്തെ മതില്. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം അതിന് ചുറ്റും ഒരു ഇരുമ്പിന്റെ വേലി, ഗ്രില്ല്, അതാണ് ഇനി നമ്മൾ നോക്കിയാ കാണുന്ന ഗ്രില്ല്. ആ ഗ്രില്ലിന്റെ ഉള്ളിലൂടെ ഒരു പച്ച പുതപ്പ് കാണാം, ഒരു വിരി കാണാം. അത് ഈ പഞ്ചകോൺ ചുമരിനെ വലയം ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ മീതയും മൂടി വാർപ്പ് ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കണ്ട ഒരാൾ പോലും ജീവിച്ചിരിപ്പില്ല. ബിംബമാണെങ്കിൽ ഒന്നാമത് എന്താ ഉണ്ടാകുക? ബിംബത്തെ കൺകുളിർക്ക നോക്കി കാണുക, ബിംബത്തെ തൊട്ട് തടവുക, ബിംബത്തിന്റെ കാൽക്കൽ വീഴുക, അല്ലേ? അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് നടക്കില്ല. റസൂലിന്റെ ഖബർ കാണുന്നേ ഇല്ല. ഇവിടെ ചില ഖുറാഫികൾ പറയും, വഹാബികളൊപ്പം പോയാൽ റസൂലുള്ളാഹിന്റെ റൗള കാണൂലട്ടോ, ഞങ്ങളൊപ്പം പോന്നോ. റൗള എന്ന് പറഞ്ഞാൽ അവർക്ക് ഖബറാണല്ലോ. അപ്പൊ ഇഖുറാബിന്റെ വിചാരം എന്താ വെച്ചാ, മദീനത്താണ് ചെന്നാല് നിങ്ങൾ ആരാ, സമസ്തന്റെ ആളാ? അതെ. APO EK ആന ടൈഗറോ? അത് ആനയാണ്, അല്ല AP ആണ്. ആ വാതിലും തുറന്നു കൊടുക്കും. APക്കാർ വന്നാണ്, ആനക്കാർ വന്നാണ്, ഞങ്ങൾ വഹാബി, നിങ്ങൾ വഹാബിയില്ല പോയി എന്നൊരു ആട്ടോ ചെയ്യുന്ന. അങ്ങനെ ഖുറാഫി ധരിച്ചിട്ടുള്ളത്. ആ ഖുറാഫി എന്ന് പറയാൻ കാരണം കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കും. അങ്ങനെ ഉണ്ടോ അല്ലയോ ഒന്നും അന്വേഷിക്കൂല. ഹജ്ജിന് പോയി വന്നാലും കൂടി ചിന്തിക്കൂല. മദീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് സലാം പറയാൻ പോകുമ്പോ ആ ഓട്ടയിലൂടെ കാണുന്നത് ഒരു ഗ്രില്ലാണ്. ആ ഗ്രില്ലിന്റെ ഉള്ളിൽ ഒരു പഞ്ചകോൺ മതിലുണ്ട്. അതിന്റെ ഉള്ളിൽ ആയിഷ ബീവിന്റെ വീടിന്റെ ചുമരുണ്ട്. ഇങ്ങനെ 3 ചുമര് കൊണ്ട് ജനങ്ങളെ കണ്ണിൽ നിന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിനെ മറച്ചു കളഞ്ഞു. അതുകൊണ്ട് ആ ദുആക്ക് ഉത്തരം കിട്ടി. അതിന്റെ മേൽഭാഗവും മൂടി.
സുഹൃത്തുക്കളെ, ഈ അതിനുള്ളിൽ 3 ഖബറാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, അബൂബക്കർ സിദ്ദീഖ് എന്നവരുടെ ഖബർ, ഉമർ ഫാറൂഖ് എന്നവരുടെ ഖബർ. അത് 3 എങ്ങനെയാ നിൽക്കുന്നത്? റസൂലുള്ളാഹിന്റെ കഴുത്തിന്റെ അവിടുന്നാണ് അബൂബക്കർ സിദ്ദീഖിന്റെ തല തുടങ്ങുന്നത്, അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ അവിടുന്ന് ഉമർ ഖത്താബിന്റെ തല തുടങ്ങുന്നത്. ഒരു രൂപം, പിന്നെ വേറെ രൂപം, 3-4 രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് കാലത്തെ ഗ്രന്ഥം എഴുതിയവള് സംഹൂദി മുതൽക്ക് ഇങ്ങോട്ട് നബവിയുടെ ഈ ലാഹ് വരെ എടുത്തു നോക്കൂ, 3 രൂപം വരച്ചു വെച്ചിരിക്കുന്നു. ഈ 3 ഖബർ എങ്ങനെയാണ്? ഇത്ര അടങ്ങാറുണ്ടോ? പോയി നോക്കേണ്ട, എഴുതിയാ പോരെ? ഒന്നും തുറന്നു നോക്കിയിട്ട് എങ്ങനെയാ ഖബർ കിടക്കണെന്ന് തർക്കിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിമീങ്ങൾ അത് കാണുന്നില്ല. അത് മൂടിയിരിക്കുക, അതിന്റെ മുകൾ ഭാഗവും മൂടി, 4 ഭാഗവും മൂടിയിരിക്കാണ്, ആരും കാണുന്നില്ല. ആ ഗ്രില്ലിന്റെ ഉള്ളിലൂടെ ആ പഞ്ചകോൺ ഖബർ ചുമരിനെ ചുറ്റിയിട്ടൊരു വിരിയുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ പുതക്കുന്ന പച്ചപ്പട്ട്. അത് മക്കത്തെ കഅബയുടെ ഖില്ലയുണ്ടാക്കുന്ന ആ ഫാക്ടറിയിലാണ് ഉണ്ടാക്കുന്നത്. പേരോട് കടവത്തൂരിൽ വന്നിട്ടൊരു നുണ പൊട്ടിച്ച്. എന്താ പൊട്ടിച്ചത്? ഉസ്താദേ, നിങ്ങൾ അറിഞ്ഞോ, കാസർഗോട്ട് നിന്ന് ഖലീലാജി വിളിക്ക, എന്താണ് റസൂലുള്ളാഹിന്റെ ഖബറിനെ പുതപ്പിക്കുന്ന പട്ട് അതുണ്ടാക്കുന്നത് മക്കത്തെ കഅബയുടെ ഖില്ല ഉണ്ടാക്കുന്ന സ്ഥലത്താണ്. ഞാനുണ്ടോ ഇപ്പൊ ഏഷ്യാനെറ്റൊക്കെ നോക്കണേ, അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് ക്ലിപ്പാൻ കിട്ടി. പിടികൂടി, ഞങ്ങളെ പിടികൂടി. കൊണ്ടോട്ടിക്കടുത്ത് എന്താണ് ചങ്ങായിന്റെ നാടിന്റെ പേര്? കണ്ട ജലീൽ കണ്ടമംഗലം എന്ന് പറയുന്ന കൊണ്ടോട്ടി തോട്ടശ്ശേരി അർത്ഥമുള്ള സ്ഥലം. അച്ചങ്ങായി അവിടുത്തെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ട് അറുബിന്ദിരിപ്പം ഖുറാഫിയ. അപ്പൊ ഓൻ ഒപ്പിച്ച വേലയാ. ഞങ്ങളിത് പിടിച്ചു, കഅബന്റെ ഖില്ല ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ കൊണ്ടുപോയി കൊടുത്തു. അവര് വിളിപ്പിച്ചു ജലീൽ കണ്ടമംഗലത്തെ. എന്നിട്ട് അവസാനം തിരുത്തി പറയിപ്പിച്ചു. എന്നിട്ട് എന്താ പേരോട് പറഞ്ഞത്? എന്താ തിരുത്തിയത്? നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ? ഭീഷണിപ്പെടുത്തിയോണ്ട് പുതപ്പില്ലാണ്ടാവോ? പുതപ്പുണ്ടെങ്കിൽ ഉണ്ട് എന്ന് കാണിച്ചെന്നാ പോരെ? കഅബന്റെ ഖില്ല ഉണ്ടാക്കുന്ന ഫാക്ടറിയില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറത്തെ പുതക്കാനുള്ള തുണി ഉണ്ടാക്കുന്നുണ്ട്. ഖബറത്തെ പുതക്കുന്ന തുണിയേ ഇല്ല. ആ കാണുന്ന അവര് വിരിയുള്ളത് ആ പഞ്ചകോൺ ചുമരിനെ ആയിരിക്കും. അതാണ് ഗ്രില്ലിനുള്ളിൽ കൂടി കാണുന്നത്. അല്ല, ഖബർ ആരും കാണുന്നില്ല. എന്നിട്ടല്ല, എന്നിട്ട് ആ വിരി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഏത് ഖബറിനെ പുതക്കണത്? അപ്പൊ ഇവർക്ക് ജാറം മൂടാൻ തെളിവ് വേണം. എന്നിട്ട് മുൻഗാമികളൊന്നും കിതാബ് കാണാത്തത് ഇയാളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ മൂടുന്ന പച്ചത്തുരു ഉണ്ടെങ്കിൽ എടോ ഫിഖിന്റെ കിതാബിലൊക്കെ അത് പറയില്ലേ? ഖബറിന്റെ മൂടൽ, തുണി മൂടൽ സുന്നത്താണെന്ന് പറയില്ലേ? ഏതെങ്കിലും ഫിഖിന്റെ കിതാബില് മുൻഗാമികളായ മുഹദ്ദിസീങ്ങൾ അത് എഴുതി വെച്ചോ? ഫുഖാക്കൾ എഴുതി വെച്ചോ ഈ തെളിവും പറഞ്ഞിട്ട്? പിൽക്കാലക്കാര് ചിലര് അങ്ങനെയാവാ ഇങ്ങനെയാവാ, കാലണ്ട് കീലണ്ട് എന്ന് പറഞ്ഞല്ല, ഹദീസുകൾ ഉദ്ധരിച്ച് 4 മദ്ഹബിന്റെ ഇമാമുകൾ ഇത് പറഞ്ഞോ. എന്നിട്ട് ഇയാൾ കണ്ടുപിടിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ് ഞാൻ ഉണ്ടാക്കിയതാ, ഖലീലാജി നിങ്ങൾ ഉണ്ടാക്കിയതാ, ജലീൽ കണ്ണമംഗലത്ത് നിങ്ങൾ ഏർപ്പാട് ചെയ്താ. എന്നിട്ട് ഇവിടെ എന്താണ് തക്ബീർ വിളിക്കുക, യാ ഖൗമ് ചോറ്റുപട്ടാളം. ഇതൊന്നും ഞങ്ങളുള്ളിടത്തോളം നിങ്ങൾക്ക് നടക്കൂല. മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിലുള്ളിടത്തോളം ഇത്തരം തട്ടിപ്പുകളൊന്നും നിങ്ങൾക്ക് നടത്താൻ സാധ്യമല്ല. ഇനി സുഹൃത്തുക്കളെ, സമയം അധികമാണ്, ഞാൻ വേഗം വിഷയങ്ങൾ പറഞ്ഞു പോവുകയാണ്. എന്നെ പറ്റിയുള്ള വലിയൊരു ആരോപണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ തകർക്കും സൗദിയിലെ ഭരണം KNM കിട്ടിയാന്ന് ഞാൻ പറഞ്ഞിരുന്ന. ചില ആളുകൾ റൗള തകർക്കുന്നറിയും, ചില ഖബർ തകർക്കുന്നറിയും, ചില കുബ്ബ തകർക്കുന്നറിയും. എന്താണ് റൗള, എന്താണ് കുബ്ബ എന്ന് ഇവർക്ക് തിരിഞ്ഞിട്ടില്ല. തിരിഞ്ഞോല് തിരിയാത്ത മാതിരി അഭിനയിക്കാണ്. റൗള എന്ന് പറയുന്നത് ഖബറല്ല. ഇപ്പൊ ഇത് മദീനത്തെ പള്ളിയുടെ ആ ഭാഗമാണെന്ന് വിചാരിച്ചോളൂ. ഇവിടെ നടുക്ക് മിമ്പറുണ്ട്, ആ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. ആ ഖബർ നിൽക്കുന്ന വീടുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ ഹുജറാത്ത്, ആ വീട്ടിൽ നിന്ന് മിമ്പറിലേക്കുള്ള ദൂരം, ആ സ്ഥലം വെള്ള കാർപ്പറ്റ് ഇട്ട് വേർതിരിച്ചിട്ടുണ്ട്. മാ ബൈന ബൈതി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിനും എന്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തോപ്പുകളിൽപ്പെട്ട സ്വർഗത്തോപ്പാണ്. ആ സ്ഥലമാണ് റൗള എന്ന് പറയുന്നത്. ഈ 7 വീടുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഹിജ്റ 600കൾക്ക് ശേഷം 650 ശേഷം കലാവുൻ സാലിഹി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ രാജാവ് ഒരു വലിയ പച്ചക്കുമ്പുണ്ടാക്കിയിട്ടുണ്ട്. ഈ ആയിഷ ബീവിന്റെ വീട് മാത്രം, മറ്റു ഭാര്യമാരെല്ലാരും വീടിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പച്ചക്കുമ്പ് എവിടെ നിന്ന് നോക്കിയാലും കാണാവുന്ന തരത്തിൽ. മദീന പള്ളി നോക്കിയാൽ ദൂരത്ത് തന്നെ കാണുന്ന മുനാരങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായിട്ട് ഈ പച്ചക്കുമ്പ കാണാം. 650 ശേഷം ഉണ്ടാക്കിയത്. പക്ഷേ ഇവരിപ്പോ പ്രചരിപ്പിക്കുന്നത് എന്താണെന്നറിയോ? സഹാബികളുടെ കാലത്തു തന്നെ ആ കുബ്ബ ഉണ്ടായിരുന്നുവെന്നാണ്. കടവത്തൂരിൽ ജീവിക്കുന്ന അഷ്റഫ് സഖാഫി എന്ന് പറയുന്ന ഒരു സഖാഫി ഉണ്ട്. ആ സഖാഫി കടവത്തൂരിൽ വെച്ച് തന്നെ ഞങ്ങളത് പിടികൂടി. ഞാനിപ്പോ താമസിക്കുന്നത് കടവത്തൂരാണ്. അഷ്റഫ് സഖാഫി എഴുതിയ മരണാനന്തര കർമ്മങ്ങൾ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി തന്നെ എഴുതിയിരിക്കുകയാണ്, സഹാബികളെ കാലത്തൊക്കെ ഈ കുബ്ബ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരാരും അത് പൊളിച്ചു കളയാൻ പറഞ്ഞില്ല. ഈ മഹാബികളാണ് പറഞ്ഞത്. അൽ മഖർ പ്രസിദ്ധീകരണം മരണാനന്തര കർമ്മങ്ങൾ തെളിവുകളിലൂടെ എന്ന പുസ്തകത്തിൽ ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ശരീഫ് സ്ഥിതി ചെയ്യുന്ന റൗളയും അതിന്റെ മുകളിലെ പച്ചക്കുബ്ബയും ഇന്നും നിലനിൽക്കുകയാണ്. സഹാബികൾ, താബികൾ തുടങ്ങി ഇക്കാലയളവ് വരെയുള്ള അനേകായിരം പണ്ഡിത മഹത്തുക്കൾ അത് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിട്ടില്ല. പ്രത്യുത അതിന് കേട് വന്നപ്പോൾ സഹാബികളും താബികളും ജീവിച്ച കാലഘട്ടത്തിൽ നിന്ന് റിപ്പയർ ചെയ്യുകയും പുതുക്കി പണിയുകയുമാണ് ചെയ്തിരുന്നത്. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, കളവ് പറയുന്നവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. സഹാബികളും താബികളും റസൂലുള്ളാഹിന്റെ ഖബറിന്റെ കുബ്ബ പുതുക്കി പണിതു. 650 ശേഷം ഉണ്ടായ കുബ്ബ. എടോ, സഹാബി മരിച്ചു 110 അവസാനത്തെ സഹാബി മരിച്ചു തീർന്നിരിക്കുന്നു അല്ലേ? പിന്നീടുള്ള 100 കൊല്ലം താബികൾ, അതിന്റെ അടുത്ത് തോന്നുന്ന താബിങ്ങൾ അവരൊക്കെ കഴിഞ്ഞ് 5 തലമുറയോളം കഴിഞ്ഞിട്ട് ഹിജ്റ 687 ഇതുണ്ടാക്കിയത്. ഇത് പൂങ്കാവനത്തിൽ തന്നെ പറയുന്നു. ഖബറിന് മീതെ ചുവന്നതും വെളുത്തതുമായ ചരൽ കല്ലുകൾ പാകി ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഉയർത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ചാണേ ഉയർത്തിയിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്? നിങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ മീതെ ഈ ഖുബ്ബുണ്ടാക്കിയ കാലം ഹിജ്റ 10-ാം നൂറ്റാണ്ടിലെന്നാണ് സുന്നത്ത് മാസികയിൽ പറയുന്നത്. പക്ഷേ റൗള ഷരീഫിന്റെ ചരിത്രം എന്ന പേരിൽ സിറാജിൽ എഴുതിയതോ 678 അതിന് മുകളിൽ ഒരു കുബ്ബ പണിതു. 678 ഹിജ്റ 678 7ാമത്തെ തലമുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിട്ട് 7ാമത്തെ തലമുറയിൽ. അതപ്പോ നിങ്ങൾക്ക് ദീനിൽ തെളിവ്. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു, ഞങ്ങൾക്ക് ജാറമുണ്ടാക്കാനുള്ള തെളിവ് മദീനയിലെ പച്ചക്കുബ്ബയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സഹാബി ഉണ്ടാക്കിയതാണോ? താബികൾ ഉണ്ടാക്കിയാണോ? താബികൾ ഉണ്ടാക്കിയാണോ? അതിന്റെ ശേഷമുള്ള താബികൾ ഉണ്ടാക്കിയാണോ? ആരുണ്ടാക്കിയത്? അതെങ്ങനെ ദീനിൽ തെളിവാകും? കലാമുൽ സാലിഹിൻ ചെയ്ത് ദീനിൽ തെളിവാ? അപ്പൊ അടുത്ത പ്രസംഗത്തിലാണ് ചോദ്യം, ഞങ്ങൾ എന്താ പൊളിക്കാത്തത്? നിങ്ങൾ സൗദിയിൽ വഹാബികൾ കുറെ പൊളിച്ചല്ലോ, ഖദീജ ബീബിന്റെ പൊളിച്ചല്ലോ, അവ്വാ ബീബിന്റെ പൊളിച്ചല്ലോ, എന്താ നിങ്ങൾ ഇത് പൊളിക്കാത്ത വഹാബികളെ? ഞാൻ പറഞ്ഞു, ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താ ചങ്ങായി, ഞങ്ങൾക്കേറ്റ അവിടുത്തെ ഭരണം, ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് പൊളിക്കുന്നായിരുന്നു. അതാണ് വിഷയം. അല്ലാതെ ഞാൻ ആദ്യം തന്നെ കൊമ്പ് പൊളിക്കുമെന്ന് പറഞ്ഞല്ല. ഞങ്ങൾക്ക് ജാറമുണ്ടാക്കാനുള്ള തെളിവതാണ്. നിങ്ങൾ എന്താ പൊളിക്കാത്തതെന്ന് ചോദിച്ചപ്പോ ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾക്കല്ലല്ലോ അവിടുത്തെ ഭരണം എന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ടോ അതോ റസൂലുള്ളാഹിന്റെ ഖബർ പൊളിക്കുമെന്ന് പറയുന്ന, കുബ്ബ പൊളിക്കുമെന്ന് പറഞ്ഞ മൗലവി അതോ. അത് പൊളിക്കുന്നുണ്ട് ഒരുപാട് പണ്ഡിതന്മാരുണ്ടോ. സഹാബികളെ പൊളിക്കാത്ത അല്ല, സൗദി ഗവൺമെന്റ് അത് പൊളിക്കാത്ത എന്താണെന്നറിയോ? അതിന്റെ പേരിൽ കുറെ ആളുകള് സൗദി കോൺസുലേറ്റിന് മുമ്പിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കും. റസൂലുള്ളാഹിന്റെ ഖബർ പൊളിക്കണോന്നും പറഞ്ഞിട്ട് കുറെ എണ്ണം മരിക്കും. അങ്ങനെ മരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറെ മുസ്ലിമീങ്ങൾ വിവരം കെട്ട ഖൗമിന്റെ പേര് ഇളക്കി വിടുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് സൗദി ഗവൺമെന്റ് അത് അവിടെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. അതല്ലാതെ വേറൊന്നുകൊണ്ടല്ല. ഈ സത്യം മണ്ണാർക്കാട് സംവാദത്തിൽ ഉത്തരം മുട്ടി തോറ്റ് പാളീസായപ്പോ ഇതൊന്നെടുത്തിട്ടു കുബ്ബ വിളിക്കുമെന്ന് പറഞ്ഞു മൗലവി എന്നൊക്കെ പറഞ്ഞു. മുഖത്തോട് മുഖം നോക്കി ഇപ്പോഴത്തെ സംവാദം വരി ബടിയല്ല ഇരുന്ന് നേരെ മുഖാമുഖം. ഞാൻ വിരല് ചൂണ്ടിക്കൊണ്ട് അലവി സഖാഫിനോടും സുലൈമാനോടും പറഞ്ഞു, കാമാന്ന് പിന്നെ മിണ്ടിയിട്ടില്ല. മണ്ണാർക്കാട് സംവാദത്തിന്റെ ഓർമ്മകള് ഇപ്പോഴും മുസ്ലിയാക്കന്മാരെ മനസ്സിലുണ്ടാകും. അവർ ഓർക്കുമ്പോൾ ഞെട്ടിച്ചാടുന്ന ഒരു സംവാദം അത്. ഏതായാലും ഇരിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് സത്യത്തിന്റെ വെളിച്ചം കാണിക്കാൻ ഇതുപോലുള്ള സംവാദങ്ങൾ കാരണമായിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, ഞങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ആക്ഷേപം എന്താണെന്നറിയോ? ഞങ്ങള് സ്വലാത്തില്ലാത്തവരാണ്, ദിക്റില്ലാത്തവരാണ്, ദുആ ഇല്ലാത്തവരാണ്. സാധാരണ പറയുന്നതാണ്. അത് ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തില് മുജാഹിദുകളെ സംബന്ധിച്ച് സലാത്തില്ല എന്ന് പറയാൻ കാരണം എന്താ? ഞങ്ങളെ പള്ളിന്റെ മുമ്പിൽ സലാത്ത് വക പെട്ടി എന്ന് പറഞ്ഞൊരു പെട്ടി കാണൂല. പള്ളിയിലും കാണൂല, മദ്രസയിലും കാണൂല. സലാത്ത് വാർഷികം എന്നിട്ടൊരു ബോർഡ് കാണൂല. അതുപോലെ തന്നെ സലാത്തിന്റെ ചീർണി അതുണ്ടാവൂല. സലാത്ത് കമ്മിറ്റി, സലാത്ത് നഗർ, ഇതൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവൂല. പിന്നെ ഞങ്ങൾക്ക് സ്വലാത്തില്ലേ ഉണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് മുതൽ ഇന്നക ഹമീദും മജീദ് വരെ ഓരോ നമസ്കാരത്തിലും കോടാനുകോടി മുസ്ലിമീങ്ങൾ അത്തഹിയ്യാത്തിന് ശേഷം സ്വലാത്ത് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറയുമ്പോ പറയുന്ന ആള് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. കേൾക്കുന്നവരും പറയണം. മുജാഹിദ് സുഹൃത്തുക്കൾ അതിൽ പിശുക്ക് കാണിക്കരുത്. ഇങ്ങനെ മറ്റോലമായോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കണേ പറയുന്നു വേണ്ട, മെല്ലെ നിങ്ങൾ പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് പറയപ്പെട്ടിട്ട് എന്റെ പേരിൽ സ്വലാത്ത് പറയാത്തവൻ പിശുക്കനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ 10 സലവാത്തിൻ. കണ്ടോ, ആരെങ്കിലും എന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അതിന് പകരമായി അള്ളാഹു അയാൾക്ക് 10 അനുഗ്രഹങ്ങൾ നേരുന്നതാണ്. അപ്പൊ നമുക്ക് 10 അനുഗ്രഹങ്ങൾ കിട്ടും. ഒരു ദിക്ർ എന്ന നിലക്ക് ഒഴിവുള്ള സമയത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് പറയണം നമ്മൾ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ഇന്നക ഹമീദും മജീദ് വരെ. അതാണ് അക്മലായ സമ്പൂർണമായ സ്വലാത്ത്. അതിന്റെ ചുരുങ്ങിയ രൂപമാണ് പേര് പറയുമ്പോഴുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്.
ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സ്വലാത്ത് വക പെട്ടി, ആ പെട്ടിയിൽ പൈസ ഇടുക, എന്നിട്ട് വെള്ളിയാഴ്ച രാവെന്നും പറഞ്ഞിട്ട് വ്യാഴാഴ്ച രാത്രി ചീരിനി ഈ പെട്ടി വെച്ചതിന്റെ ഒരു വാർഷികം, ഈ മഹലിൽ 5-ാം വാർഷികം, മറ്റേ മഹലിൽ 6-ാം വാർഷികം, അല്ലേ? ഇതൊന്നും മുജാഹിദുകൾ നടത്താറില്ല. സ്വലാത്ത് കച്ചവടം ഞങ്ങൾ നടത്താറില്ല. സ്വലാത്ത് നഗറുകൾ ഞങ്ങൾ സംഘടിപ്പിക്കാറില്ല. മക്കത്തേക്ക് ഹജ്ജിന് പോണവരോട് പറഞ്ഞേക്കാണ്, അബൂബക്കർ ഹജ്ജിന് പോകുകയല്ലേ, എന്റെ ഒരു സലാം റസൂലുള്ളാഹിക്ക് എത്തിക്കൊണ്ടിട്ടോ. അങ്ങനെ 100 കണക്കിന് ആളുകളെ ഹജ്ജിന് പോകുമ്പോ എന്നിട്ട് ബനി സലാമിന്റെ ചാക്കത്ത് ഇപ്പൊ എവിടെ ഇപ്പൊ സലാം പോസ്റ്റ് ചെയ്യണ സ്ഥലം നോക്കി ഇങ്ങനെ നടക്കുക. അവിടെ ഇങ്ങനെ തിരക്കി ഇങ്ങനെയാണ് പോകുമ്പോ ഓട്ട കാണാം. അതിലൂടെ നോക്കി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക യാ ഉമറുൽ ഫാറൂഖ്. 2-3 ഓട്ടുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ ഓട്ടയിൽ ഒന്നുമില്ല. അവിടെയും പോയിട്ട് സലാം പറഞ്ഞാളും ഒന്നും തിരിയില്ലല്ലോ. സലാം കൊണ്ടുപോയിടാനോട്ട് കയ്യലുമില്ല. അവിടെ അങ്ങനെ സലാം സ്വീകരിച്ച് റെസീറ്റ് തരുന്ന സ്ഥലമൊന്നും അല്ല. ബല വിചാരം എങ്ങനെയാണ്? നിങ്ങൾ എത്ര ആള് സലാമ കൊണ്ട് നിൽക്കണേ? ഞാന് പൂക്കോട്ടൂത്തിരി 35 ആളും, അത്താണിക്കത്തൊരു 40 ആളും, വെള്ളുംപുറത്തൊരു 35 ആളും റെസീറ്റ്. ഈ സലാമൊക്കെ അവിടെ എത്തുന്നുണ്ട് ഖുറാഫി. അത് കൊടുത്തേക്കേണ്ട ആവശ്യമല്ല. നമ്മൾ എല്ലാ ദിവസവും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു അത് എത്തിക്കാൻ ആളെ പറഞ്ഞേക്കലുണ്ടോ? അത് പോസ്റ്റ് ചെയ്യലുണ്ടോ? പാർസലാക്കലുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോ മഹലിൽ നിന്നും സലാം കൊടുത്തേക്കാനും സലാത്ത് കൊടുത്തേക്കാനും ഒരാൾ വിടണ്ടേ? ഇക്കൊല്ലത്തെ സലാമുമായിട്ട് അബൂബക്കർ പോവും. എല്ലാവരും ബിസക്ക് പൈസ ഉണ്ടാക്കണം ജുമയ്ക്കേശം. എന്നിട്ട് എവിടുക്കാ പോണ്? ഞാൻ നമ്മളെ അത്താണിക്കലും മേലെ സലാം മദീനത്ത് കൊണ്ടുകൊടുക്കാൻ പോവാണ്. അങ്ങനെ ഒരു ഏർപ്പാടുണ്ട് സമുദായത്തില്. സലാം ഇവിടുന്ന് പറഞ്ഞാൽ അള്ളാന്റെ മലക്കൾ അവിടെ എത്തിക്കും. ഇന്നലില്ലാഹി മലായികത്തൻ സയ്യാഹീന യുബല്ലിഗൂന അൻ ഉമ്മത്തി അസ്സലാം. ഭൂമിയുടെ നാനാഭാഗത്തും ചുറ്റി നടക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകളുണ്ട്. ആ മലക്കുകൾ എന്റെ ഉമ്മത്തി എനിക്ക് ചെല്ലുന്ന സലാം എനിക്ക് എത്തിക്കുന്നതാണ്. നിങ്ങൾ എവിടെ വെച്ചും സലാത്ത് ചൊല്ലിക്കോ. മദീനത്ത് നിന്ന് ചെല്ലിയാൽ തന്നെ എത്തുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ എവിടെ വെച്ച് സലാത്ത് ചൊല്ലിയാലും ആ സലാത്ത് എനിക്ക് എത്തുന്നതാണ്. ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് സലാത്ത് ബിസിനസ്സിന് ഞങ്ങൾ ഒരുങ്ങാത്തത്. ഇപ്പൊ നിങ്ങൾ അടുത്തല്ലേ സലാത്തിന്റെ പേരിൽ കോടികൾ ഉണ്ടാക്കിയത്, അല്ലേ? എന്നിട്ട് ഏപ്പിക്കാരെ സലാത്തിന് ഈക്കാരെതിര്. എന്താ സംഭവം? അന്വേഷിച്ച് നോക്കുമ്പോ ബിസിനസ് തമ്മിലുള്ള പോട്ടിയാണ്. കാരണം ഇവർക്ക് സലാത്തിനോട് എതിർപ്പൊന്നുമില്ല. ഓലെ വാർത്തക്കല്ല, നമ്മളെ വാർത്തക്കല്ല വരേണ്ടതെന്നാ. നമ്മളെ മാനു മുസ്ലിയാര് സലാത്ത് നഗറിലെ തട്ടിപ്പുകളെ സംബന്ധിച്ച് പറയുന്ന ഒരു ഭാഗമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോണത്. പക്ഷെ അതല്ല, അതിനു മുമ്പ് മറ്റു ചിലരെ പരിശോധിക്കണം എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അതായത് സലാത്തിൻ്റെയും ദിക്റിൻ്റെയും ഒക്കെ മജ്‌ലിസ് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന ആളുടെ കയ്യിൽ ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ. അങ്ങനെ കുറേ സലാത്തും ദിക്റും ചെല്ലുന്നതിനിടയിൽ ഒരാൾ അവിടുന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരിക. അപ്പോൾ ഇവിടുന്ന് പറയണത്, കഴിഞ്ഞ സലാത്തിൽ അല്ലെങ്കിൽ ദിക്റിൽ പങ്കെടുത്ത അയാൾ രോഗബാധിതനായിരുന്നു, തീരെ നടക്കാൻ കഴിയാത്ത ആളായിരുന്നു. നമ്മുടെ ഈ മജ്‌ലിസിൽ പങ്കെടുത്തത് കൊണ്ട് അയാളുടെ സുഖക്കേടൊക്കെ മാറിയും. അപ്പം അങ്ങേ തലക്കുന്ന ഒരാൾ എഴുന്നേറ്റ് വരും, ഞാനാണ് ആ ആൾ, എൻ്റെ സുഖക്കേടാ മാറിയത്. അതുപോലെ ഒരാൾ തീരെ കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു. നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് നേതാവ് പറയുമ്പോഴേക്ക് അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ്, ഞാനാണ് ആ ആൾ, എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പം ഈ തരത്തിലുള്ള അഭിനയം അത് പണക്കാടില്ല. അതെവിടെ നടക്കുന്നു എന്ന് പരിശോധിച്ചിട്ട് അവിടെ വേണം ആദ്യം പരിശോധന നടത്താൻ. ഫോണിലൂടെ ഇവിടെ ദിക്റും സലാത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൂടെ ഇങ്ങനെ അഭിനയിക്കാം. എന്നിട്ട് പറയാം, പിന്നെ ഇപ്പം വിളിച്ചത് ആരാന്നറിയോ? കഴിഞ്ഞ നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണ്, അവൾ സുഖമായി പ്രസവിച്ചിരിക്കുന്നു എന്ന ഫോണാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് ഫോൺ. യാതൊരു കുഴപ്പം കൂടാതെ പ്രസവിച്ചിരിക്കുന്നു. ഇത് ഫോണിങ്ങനെ ഇരിക്കും. അപ്പം ഈ തരത്തിലുള്ള അഭിനയം കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നവരെ കുറിച്ചാണ് ആദ്യം പരിശോധിക്കേണ്ടത്. എന്നിട്ട് മതി പാണക്കാട് കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കാൻ. അത് സുന്നികളെ വകയായിട്ട് ഇവിടുത്തെ സലാത്ത് കച്ചവടക്കാരന് കൊടുത്തൊരു തട്ടാണ്. അഭിനയമാണ്. ഒരാളെ ഏർപ്പാട് ചെയ്ത് നിർത്തുക. അപ്പൊ പറയും, കഴിഞ്ഞ സലാത്തിൽ കാലുകൊണ്ട് സുഖമില്ലാത്ത കുറെ ആളുണ്ടായിരുന്നു, അവരിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിതാണെന്ന് വരിക, വേറൊരു മൂലക്കത്. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഏർവാടിയിൽ നടക്കുന്നെന്താ? മഗ്‌രിബിന്റെ നേരത്ത് കുറെ എണ്ണ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ കാലിൽ ചെങ്ങലേറ്റ് ഇങ്ങനെ കറങ്ങണാണ്. എന്താ?
അത് ഭ്രാന്തളിക്ക് അഭിനയിക്കാൻ വേണ്ടി നിങ്ങൾ കാശ് കൊടുത്ത് നിർത്തിയ ആളുകളാ അല്ലേ? അതൊക്കെ സെയ്ദ് മുഹമ്മദ് നിസാമി പറഞ്ഞില്ലേ? അപ്പൊ മൊത്തത്തിൽ നിങ്ങൾ രണ്ടുകൂട്ടരും ഈ ജനങ്ങളെ ഈ തട്ടിപ്പൊക്കെ പഠിപ്പിച്ച് ചൂഷണം ചെയ്യാണ്. ആരെ ചൂഷണാണ് കൂടുതൽ ജനങ്ങളിലേക്ക് എഫക്ട് ചെയ്യുന്നതിനെ പറ്റിയ തർക്കങ്ങൾക്കുള്ളൂ. നിങ്ങളൊരു സലാത്ത് തുടങ്ങിയാൽ നിങ്ങളും ഇതൊക്കെ തന്നെയാ ചെയ്യാ. നിങ്ങൾ ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ചെയ്തിട്ടുണ്ട്. ഇനി സലാഹുദ്ദീൻ ഫൈസി അത് നടത്തുന്ന ആളെ സംബന്ധിച്ച് ഇന്ത്യ ടുഡേ പറഞ്ഞത് കൂടി ഒന്ന് കേട്ടോളി. അതൊന്ന് നമുക്കുള്ള സലാത്തിന്റെ സദസ്സിൽ അതിന് ഏർപ്പെടുത്തി കൊടുത്ത ആളെ പറ്റി അപ്പൊ ഇന്ത്യ ടുഡേ ഇതിൽ ഈ ഖലീൽ ബുഖാരി തങ്ങളുമായി ഒരു അഭിമുഖമുണ്ട്. അതിന്റെ പേര് അത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് തോന്നിയിട്ടുണ്ടാവും, അയാൾ എങ്ങനെ കടന്നു അണർന്നു പോയാലോ അല്ലേ അല്ലേ? സ്വച്ഛതികളായ ആളുകൾ ഇതാ തങ്ങൾക്കെതിരെ തങ്ങൾ, തങ്ങൾക്കെതിരെ തങ്ങൾ. ഏത് തങ്ങൾക്കെതിരെ ഏത് തങ്ങൾ? അത് ഏതായാലും ആവൂല പൊന്നോക്കളെ. ആ എത്ര തന്നെ കോലം കെട്ടിച്ച് കൊണ്ടുവന്നാവൂല. അത് പാരമ്പര്യം വേറെ, അതൊരു ശുദ്ധതയിൽ നിന്ന് അള്ളാഹു കൊടുത്ത തൗഫീഖാണ്. പാണക്കാട്ട് തങ്ങന്മാർ അതിലാരും അസൂയ പൂണ്ടിട്ട് അതേമാതിരി ആവാൻ നോക്കണ്ട. കുറെയൊക്കെ ഉള്ള ആ പാറ്റമാതിരി പാറും പിന്നെ ചെറുകൂട്ടി. പാണക്കാട് തങ്ങന്മാര് വാശിന്റെ വൈരാഗ്യത്തിന് മേലെ ആരും തോൽപ്പിക്കാനും ജയിപ്പിക്കാനും ജീവിക്കണമല്ല. അവർ സമുദായത്തിന്റെ പ്രശ്നങ്ങൾക്കും സമുദായത്തിന്റെ വിഷമങ്ങളും വേണ്ടി അവർ സമുദായം രക്ഷപ്പെടണം ആഗ്രഹിച്ച് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സീതന്മാരാണ്. ഓരോ തകർക്കാനുണ്ടോ അയാൾ നമുക്ക് കഴിയണം? ആർക്കെങ്കിലും കഴിയോ? ഇല്ല. മഹാനാളുകൾ ഇത് ആത്മീയ നേതൃത്വത്തിൽ നായകത്വം നൽകുന്ന ഒരു മഹാനാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോടെ പ്രസംഗിച്ചു. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇന്ത്യ ടുഡേ എഴുതിയ മഹത്വം എന്ന് വായിച്ചുതരാം. ഇവരെ എഴുതിയതട്ടോ, ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ മഹത്വം. വലിയ ആത്മീയ രംഗത്താണുള്ള ഇതിന്റെ എഴുതിയ മഹത്വം ഞാൻ വായിച്ചുതരാം. മലബാറിലെ മുസ്ലിം മേഖലകളിൽ ഒരു പുതിയ താരം ഉദയം ചെയ്തിരിക്കുകയാണ്. 6 അടിയിലേറെ ഉയരം, 100 കിലോയിലേറെ തൂക്കം, തീക്ഷ്ണമായ കണ്ണുകൾ, വലിപ്പമേറിയ വെള്ളത്തലപ്പാവ്, നെഞ്ചിലേക്ക് നീളുന്ന താടി, മുട്ടോളം എത്തുന്ന അഴഞ്ഞ വെള്ളവസ്ത്രം, ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി മണിക്കൂറുകൾ നീളുന്ന ശ്രോതാക്കളെ ഭക്തിലഹരിയുടെ പാരമ്പര്യത്തിലേക്ക് നയിക്കുന്ന ആത്മീയ വാഗ്ദ്വാരണി, രാഷ്ട്രീയ എതിരാളികൾക്കു നേരെ അമ്പുപോലെ കുത്തിക്കയറുന്ന ആക്രമണ പരിഹാസ ശൈലി. മലബാറിലെ മുസ്ലിം മനസ്സിനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ താരത്തിന്റെ പേര് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ. കഥാപ്രസംഗം അവതരിപ്പിക്കല്ല. ഇവിടെ എത്തിയപ്പോ സയ്യിദ് ഖലീൽ ബുഖാരി എന്തൊക്കെ ആയിപ്പോ ഇനി എന്തെല്ലാം ആകാൻ പോകുന്നത് നോക്കണങ്ങള്. ഇങ്ങനെ ഓരോരുത്തർ തങ്ങന്മാരായി പ്രഖ്യാപിച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ട് സലാത്ത് ബിസിനസ് തുടങ്ങുകയാണ്. എന്നിട്ട് ഉള്ളാൾ തങ്ങളെ കൊണ്ടുവന്നിട്ട് സലാത്ത് ബിസിനസ്സുകാർ പറയാണ് ഖലീൽ ബുഖാരി തങ്ങൾ കഷ്ടപ്പെട്ട് അടങ്ങാറായി ഒരു സലാത്ത് ഉണ്ടാക്കി നോക്കുമ്പോ ഇപ്പൊ എല്ലാവർക്കും വേണം സലാത്ത്, സലാത്തോ സലാത്ത്. എന്തിനങ്ങനെ കഷ്ടപ്പെട്ട്? നല്ല വരുമാനാണ്. നിങ്ങളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന് 3500 അത് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ സ്വർഗത്തിലും ഇതുപോലത്തെ നിങ്ങൾക്ക് 1 സെന്റ് കിട്ടും, അല്ലെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് കിട്ടും എന്നാണ് പറയാണ്. അപ്പൊ യാക്കവുമാണ് വിശ്വസിച്ചിട്ടാണ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലം സ്വന്തമാക്കി കോടികൾ സമ്പാദിച്ചു. എന്തിനൊക്കെയാണ്? ഇസ്തിഗ്ഫാറിന് വേറെ, ദുആക്ക് വേറെ, പലതിനുമായിട്ട് പണം പിരിച്ചിട്ട് മുസ്ലിമീങ്ങളെ പരിശുദ്ധ റമളാനിലെ ഈ മുട്ടിപ്പടിയിലെ കട്ടപ്പാടത്തെ കാട്ടിത്തടിക്കാണ്. അത് ഞങ്ങൾ എതിർക്കുന്നു എന്നതാണ്. ഞങ്ങൾ സലാത്തില്ലാത്തവരാണ് എന്ന് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. മാത്രല്ല ഈ സ്വലാത്തും ദിക്റും മൗലൂദും മാലയൊക്കെ ഇപ്പോ ആധുനിക തലമുറയ്ക്ക് വേണ്ടി പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പത്തപ്പിരിയക്കാരൻ വായാടി സക്കാഫി എന്ന് ഈക്കക്കാര് പറയുന്ന സക്കാഫി പറയുന്നത് മൈക്കിൾ ജാക്സൺ സ്റ്റൈലിലാക്കണം എന്നാണ്. അത് ഇൻഷാ അല്ലാഹ് ഈ കാസറ്റ് ഇറക്കുമ്പോൾ അതിന്റെ സ്റ്റൈല് കാണിച്ചു തരും. من المقام مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم المسدر بذي حمر
خيرا بعدما طردت من العدا كل مثبت من الإمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم قدمته بمديح أستقل به ذنوب عمر مضى في الشعر والخدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. എന്നെ സംബന്ധിച്ച് ഇവിടെ വന്നൊരു മുസ്ലിയാർ പറഞ്ഞത്രേ സ്വലാത്തിന്റെ സദസ്സുകൾ ലയനത്താക്കപ്പെട്ടതാണെന്ന് സക്കരിയ സലായി പറയുന്നുണ്ട്. ഞാൻ പറയാതിരിക്കും, അള്ളാന്റെ റസൂലിന് വെറുത്ത സംഗതിയാത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികള് ഒരു സ്വലാത്ത് മജ്ലിസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു സ്വലാത്ത് നഗർ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു സ്വലാത്ത് വക പെട്ടി വെച്ച് പണം പിരിച്ച് ചീരിഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ബിദ്അത്താണത്, പച്ചയായ ബിദ്അത്ത്. ബിദ്അത്തിന് എന്താ ചെയ്യേണ്ടത്? ബഹുമാനിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഫൈന കുല്ല ബിദ്അത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും ദലാലത്താണ്, എല്ലാ ദലാലത്തും നരകത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടത്. മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം. ആരെങ്കിലും ബിദ്അത്തുകാരനെ ബഹുമാനിച്ചാൽ ഇസ്ലാമിനെ പൊളിക്കാൻ അവൻ സഹായിച്ചു എന്നാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ ബിദ്അത്തുകാരോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാത്തത്. അവരുമായി അവർക്ക് സമൂഹത്തിൽ യാതൊരു ബഹുമാനവും കൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അവരെ തൊലിയുരിച്ച് കാണിച്ച് അവരെ തനിനിറം മുസ്ലിമീങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ ചതിയിൽപ്പെടാതെ മുസ്ലിമീങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിലെ സലാത്തല്ല ഇവരെ സലാത്ത്. ഇവരെ പെട്ടി സലാത്തും വാർഷിക സലാത്തും കമ്മിറ്റി സലാത്തും നഗറിലെ സലാത്തും ഒക്കെ ബിസിനസിന് വേണ്ടി ഇവരുണ്ടാക്കിയിട്ടുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ആക്ഷേപം അതാണ്. പിന്നെ ദിക്റും ദുആയും ഒഴിവാക്കി എന്ന് പറയാൻ കാരണം എന്താ? 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം മുജാഹിദീങ്ങൾ ഓരോരുത്തരും ഇമാമും മഅ്മൂമിങ്ങൾ ഓരോരുത്തരും ദുആർക്കലും ദിക്ർ ചെയ്യലാണ്. സമയമില്ലാത്തവർ ചിലപ്പോൾ എണീറ്റ് പോവുകയും ചെയ്യും. പക്ഷേ അത് പാടില്ലാത്തതാണ്. മുസ്ലിയാർ അവിടെ ഇരുന്ന് ദുആ ചെയ്യാ, പിന്നിലുള്ളവരൊക്കെ അങ്ങനെ ആമീൻ പറയാ. 5 നേരത്തെ നിസ്കാരത്തിനൊരു കൂട്ടപ്രാർത്ഥന അത് ഞങ്ങൾ ചെയ്യുകയില്ല. അത് ബിദ്അത്താണെന്ന് ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ഞങ്ങൾ ദുആ ഇല്ലാത്തവരെന്ന കാരണം. തൊട്ടടുത്തും പിടിച്ചെടുത്തൊക്കെ അൽഫാത്തിയാണല്ലോ. പുരക്ക് കുറ്റിയടിക്കാൻ അൽഫാത്തിഹ, കട്ടില വെക്കാൻ അൽഫാത്തിഹ, തറക്കല്ലിടുമ്പോൾ അൽഫാത്തിഹ. എന്നോടൊക്കെ ഒരു അൽഫാത്തിഹയും ഒരു ഫാത്തിഹ സൂറത്തും ഒരു ഖുൽ ഹുവല്ലാഹും ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഒരു ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഇങ്ങോട്ട് ഓതി വെച്ചിട്ട് പിന്നെ അങ്ങനെ പോസ്റ്റ് ചെയ്യലാണ്. ആദ്യം ആദം നബിയുടെ ഹളറത്തിലേക്ക്, പിന്നെ നൂഹ് നബിയുടെ ഹളറത്തിലേക്ക്, മരിച്ചുപോയ അമ്പിയാക്കന്മാരില്ലാതെ ഹളറത്തിലേക്ക്, പിന്നെ മലായിക്കത്തീങ്ങൾ ആ ഹളറത്തിലേക്ക്, അങ്ങനെ പോന്നിട്ട് പിന്നെ ചോട്ട ഔലിയാക്കന്മാരെ തൊട്ടടുത്ത ചോട്ട ഔലിയന്റെ ഹളറത്തിലേക്ക് വരെ പോസ്റ്റിംഗ്. എവിടുന്ന് കിട്ടിയതായത്? ഇങ്ങനെ ഫാത്തിഹയും 3 സൂറത്തും ഓതി വെച്ചിട്ട് മരിച്ചോരെ ഹളറത്തിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമ്പ്രദായം ഏത് ഹദീസിന്റെ കിതാബിലാണുള്ളത്? നിങ്ങൾ കാണിച്ചു തരണം. നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളോട് പറഞ്ഞു കൊടുക്കണം. മുസ്ലിമീങ്ങളെ പണം തട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നത്. പേരോട് കടവത്തൂർ വന്നിട്ട് പറയാണ്, ഞാനൊരു വീട്ടിൽ പൊരേ കൂടലിൽ വന്ന്, പൊരേ കൂടൽ നമ്മുടെ നാട്ടിലെ കുടിയിരിക്കൽ എന്ന് പറയില്ല ഇവിടെ. അപ്പോ ഞാൻ ദ്വയർന്ന് ഒരു വഹാബിയത കൈവന്തിക്കാതിരിക്കണ്. രാമൻകുട്ടി അയ്യപ്പൻകുട്ടി ഒന്നല്ല, മുസ്ലിം തന്നെയാണ്. കണ്ടോ, ഞങ്ങൾ കയ്യൊന്തിക്കോ? നിങ്ങൾ കാശിനാ ദ്വയർക്കണത്, നാട്ടുകാരെ കാശും വാങ്ങിയിട്ടാ ദ്വയർക്കണത്. അങ്ങനെ ഇസ്ലാമിൽ ഏർപ്പാടുണ്ടോ? ഒരാൾ മറ്റൊരാളോട് ദ്വാ ചെയ്യാൻ പറയുന്നതിന് ഞങ്ങൾ എതിരല്ല, ഞങ്ങളും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇയാളിപ്പോ എന്നോട് പറയാം നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കും, എന്നാ അതിന്റെ പൈസ ഇടിക്കുന്നു പറയല തന്നെ. എന്നിട്ട് കുറച്ചേരം ദ്വാരന്നിട്ട് ആയോ ഇല്ല, ഇനി ഒരു 10 റുപ്യയും കൂടിയാണ്, വേഞ്ഞി 10 റുപ്യ തരാ. ഇങ്ങനെ ഏർപ്പാടുണ്ട് ഇസ്ലാമില്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ കാണിച്ചെന്നതാണോ? പണ്ടൊക്കെ വയലിൽ ലീസ്റ്റ് വായിക്കലുണ്ടായിരുന്നു. അങ്ങയിൽ ആമിന മരിച്ച അമ്മാക്കും വേണ്ടി ദ്വാരക്കാൻ 2 റുപ്യ, ബീതൻ പുറത്ത് അവറാൻ മരിച്ച വാപ്പാക്കും വേണ്ടി ദ്വാരക്കാൻ 3 റുപ്യ, അടുപ്പുമ്പ തൂങ്ങി കുഞ്ഞു വീരാൻ മരിച്ച അമ്മായിക്കും വേണ്ടി ദ്വാരക്കാൻ 2.5 റുപ്യ. ഏയ് അങ്ങയിലെ നബീസു ഒരു കോഴിമുട്ട. ഇതിങ്ങനെ വായിക്കലായിരുന്നു. എന്നിട്ട് മോല്യർ ഒറ്റക്കൊരു ദ്വയും കോഴിമുട്ട മൂപ്പര് തിന്നും പാല് മൂപ്പര് കുടിക്കുകയും ചെയ്യും. അല്ലേ? ഇതൊക്കെ നിർത്തിയത് ഇസ്ലാഹി പ്രസ്ഥാനം വന്നതിന് ശേഷല്ലേ? ഇങ്ങളെ ഈ ദുആ ബിസിനസ്, ഇപ്പൊ ദുആ സമ്മേളനം ആരിഫികളും സാദാത്യങ്ങളും പങ്കെടുക്കുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന മഹാന്മാർ. ആരാ പറഞ്ഞത് ഇവരൊക്കെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും? ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ആളുകൾ എന്ന് ജനങ്ങൾ വിചാരിക്കുന്നു. ഞാൻ ഉത്തരം കിട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ മുമ്പിൽ ഒന്നിരിക്കാൻ നാണമുണ്ടോ നിങ്ങൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ദുആ സമ്മേളനം നടത്തിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ദുആക്ക് ഉത്തരം കിട്ടുന്ന വേറെ ആളുണ്ടോ ഈ ഉമ്മത്തില്?
മുസ്ലിമീങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് സഹാബത്തിനെ വിളിച്ചു വരുത്തിയിട്ട് ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന പള്ളിയിൽ ഇന്നാലിന്ന സ്ഥലത്ത് നമ്മളൊരു ദുആ മജ്ലിസ് ഉണ്ടാക്കുന്നുണ്ട്, ഉത്തരം കിട്ടുന്ന ഞാൻ ദ്വാരക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലാം ബിദ്അത്താണ്. ബിദ്അത്തിന്റെ മേളങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ദുആക്ക് ഞങ്ങൾ ആമീൻ പറയാറില്ല, ആമീൻ പറയുകയുമില്ല. ഇപ്പൊ മുസ്ലിം ലീഗിൽ കുറെ ആളുകൾ മുജാഹിദുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ യോഗങ്ങളിൽ വെച്ചിട്ട് ഇപ്പോ ഖുറാഫി ഏരിയകളിലൊക്കെ നടത്തുമ്പോൾ അവര് ഇലാഹലർത്തേക്ക് ദ്വാരന്നാല് മുജാഹിദുകളായ ലീഗുകാർ കൈയൊന്തിക്കൂല. കൈ പൊന്തിക്കാത്ത ലീഗിന്റെ നേതാക്കന്മാർക്കും അറിയാം അങ്ങനെ പൊന്തിക്കാത്തൊരു കൂട്ടരുണ്ട്. ഈ ഇലാഹലർത്തേക്ക് അവര് പൊന്തിക്കൂല. ആ ഞങ്ങൾ ആദർശം വിട്ടിട്ടുള്ള കളി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല. അത് ഞങ്ങൾ ആര് പറഞ്ഞാലും ശരി അതിലൊരു വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറുമില്ല. പിന്നെ സുഹൃത്തുക്കളെ, ദുആയും ദിക്റൊക്കെ നിങ്ങളെ മഹാന്മാരായ ഇമാമിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇമാം നവവി തന്റെ മിൻഹാജിലതാ ഹദഫ്തു ദുആ അല്ലാഹി, അവയവങ്ങൾ കഴുകുമ്പോഴുള്ള ദുആയെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. ഒന്നു എടുക്കുമ്പോൾ ഓരോ ദുആക്കും ഓരോ ദുആ, അല്ല ഓരോ അവയവത്തിനും ഓരോ ദുആ. കൈ കഴുകുമ്പോൾ ദുആ, വായു കൊപ്പിളിക്കുമ്പോൾ ദുആ, മൂക്കിലുള്ള കയറ്റുമ്പോൾ ദുആ, മോൻ കഴുകുമ്പോൾ നല്ല നല്ല പവന്മാറ്റ ദുആ. പക്ഷെ അദ്ദേഹം അത് തട്ടി. എന്താ കാരണം പറഞ്ഞത്? ഇതിൽ അസ്ലഹു, അതിന് അസ്ലില്ല. അസ്ലില്ല എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ കിതാബിൽ അങ്ങനെ ദുആ ഇല്ല. അപ്പൊ ഹദീസിന്റെ കിതാബിലില്ലാത്ത ഒരുപാട് ദുആകൾ, ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ മുൻഗാമികൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതേ മാനദണ്ഡമാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ സ്വീകരിക്കുന്നത്. എന്നിട്ട് ഞങ്ങളെ കുറിച്ച് പത്തപ്പിരിയത്തുകാരൻ സഖാഫി ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞതറിയോ? ഒരു മുജാഹിദായ അബൂഖറാജി മരിച്ചാലും 25 ലിറ്റർ കറവുള്ള ഒരു പശു ചത്താലും ഒരു മാതിരിയാണ്. അതൊന്ന് കേട്ടോളിങ്ങള്. മുസ്ലിയാക്കന്മാരെ നാവ് എവിടെ എത്തിയെന്ന് കേട്ടോളി. ദിക്റുല്ല, ഖുർആനുള്ള ഓത്തുമില്ല. ഞാൻ സാധാരണ പറയുന്നുണ്ട്, ഒരു വീട്ടിൽ അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു വഹാബി മരിക്കണതും അയാളെ വീട്ടിൽ 25 ലിറ്റർ കറവ് തരുന്ന ഒരു പശു ചാകുന്നതും തമ്മിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അബൂബക്കർ ഹാജി ഇങ്ങനെ മരിച്ചാൽ എന്താ ഉണ്ടാവുക? അയാളെ മയ്യത്ത് ഇങ്ങനെ മൂടിയിട്ടുണ്ടാവും ഒരു പടിമേ. ഒരയാളെ പശു ചത്താലോ അത് പുറത്ത് ഇങ്ങനെ ചാക്കുകൊണ്ട് മൂടിയിട്ടുണ്ടാവും. ഒരു വ്യത്യാസമുണ്ട്, ഇയാളെ മയ്യത്തിന്റെ അടുത്തൊരു മകൻ ഇരിക്കുന്നുണ്ടാവും. ആരെങ്കിലുമൊക്കെ വന്നാൽ ഈ കേടുവന്ന ഫിയറ്റ് കാറിന്റെ ടിക്ക് പൊന്തിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊന്തിച്ചു കൊടുക്കും. ഈ പെരുന്നാൾ മയ്യത്തിന് മുഖത്തൊക്കെ നോക്കി LP സ്കൂളിലെ കുട്ടികൾ മൃഗശാലി പോയിട്ട് കണ്ടാമൃഗത്തിനെ കണ്ട് നോക്കുന്നവരെങ്ങനെ നോക്കുകയും ചെയ്യും. ആണ് താത്തും ഇയാൾ തിരിച്ചും പോകും. മയ്യത്തിനും കാര്യമല്ല, കണ്ടാക്കും കാര്യമല്ല. ദിക്റില്ല, ഖുർആനത്തിലോ ഒന്നുമില്ല. ഞങ്ങൾ ആലോചിച്ച് നോക്കുന്നുള്ളൂ. പിന്നെ പുറത്തു വന്നിട്ട് ആളുകൾ പറയും, വല്ലാത്ത മനുഷ്യട്ടോ, വയസ്സായിട്ടുണ്ടെങ്കിലും ആരോഗ്യം ഉണ്ടായിരുന്നു, പരോപകാരിയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, എന്ത് ചെയ്യാനാ പെട്ടെന്ന് മരിച്ചുപോയി, പടച്ചോന്റെ ഇത് പുറത്തു വന്നിട്ട് ഇങ്ങനെ പറയും അല്ലേ. ഇനി നോക്കിക്കോ, പശു ചത്താണ്ട അവസ്ഥ. 25 ലിറ്റർ കറവ് തന്നിരുന്ന പശുവാണെങ്കിൽ അത് പെട്ടെന്ന് ചത്താലും അയൽവക്കക്കാരൊക്കെ വരും. സീത ചേച്ചി വരും, ഗോപാലൻ വരും, അബൂക്കർ വരും. വന്നിട്ട് ഓഹോ കിടക്കുന്നത് കണ്ടില്ലേ, നല്ല സൈസായിരുന്നു കേട്ടോ അല്ലേ, 10-20 വർഷമായില്ലേ തീറ്റിപ്പോയിട്ടെന്ന്. 25 ലിറ്റർ പാല് തന്ന പശുവാ, നല്ല ഇണക്കമാണ്, പതിയെ പിടിച്ച് കറക്കാം. ഇതിന്റെ ഒക്കെ പാല് മോരാക്കി എത്രയാ ഞാനൊക്കെ കഴിച്ചത്. ഇന്നലെ കൂടെ വൈകുന്നേരം ഇതിലൂടെ അത് ഓടി നടന്നതല്ലേ, എന്ത് ചെയ്യാനാ, റബ്ബർ പാല് കുടിച്ചുപോയി, പടച്ചോന്റെ വിധി. ഈ മരിച്ച ആജിയാരും ഈ ചത്ത പശു തമ്മിൽ എന്ത് മാറ്റാനുള്ളത് ആലോചിച്ചു. ഇതിനൊക്കെ മറുപടി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ മുസ്ലിയാക്കന്മാരെ നിലവാരത്തേക്ക് നമ്മൾ ഇറങ്ങേണ്ടി വരും. ഞാനതിന് ഉദ്ദേശിക്കുന്നില്ല. എന്താണ് തെളിവുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തോ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതിയിട്ടുണ്ടോ? മരിച്ച അപ്പ പോയല്ലോ പള്ളിയിലേക്ക് മുസ്ലിയാരെ വിളിക്കാൻ. എന്നിട്ടോ TV-മ്മ തുണിട്ട് കിടത്തിയമാരെ അവിടെ കിടത്തിയിട്ടുണ്ടാവും അല്ലേ. എന്നിട്ട് ഒരുത്തൻ ഇരുന്ന് അങ്ങനെ തലക്കുമ്പുറത്ത് ഓതുന്നുണ്ടാവും. ഓനെന്തിനാ ഓതുന്നത്? ഓന് കീശയ്ക്ക് കാശ് കിട്ടാൻ. ഓതി കഴിഞ്ഞിട്ട് എന്താ പറയാ? അല്ലാഹുമ്മ ഔസിൽ മിഥല സബാബിമാ ഖറഅതു ലികുഞ്ഞേർക്കാർ. ഞാൻ ഈ ഓതിയതിന്റെ കൂലി ഓരോരുത്തർ കൂലി കുഞ്ഞേർക്കാരന് കൊടുക്കണേന്നാ. അപ്പൊ ഓതിന്റെ കൂലിയോ ഓന്റെ കീസിക്കും. അപ്പൊ ഡബിള് കൂലിയാ. പരലോകത്തെ കൂലി കുഞ്ഞുമാർക്കാർക്കും ഇവിടുത്തെ ഭൗതിക കൂലി വരും. ഇങ്ങനെ പറയലാ. അപ്പൊ 2 കൂലിണ്ടോ? മാത്രല്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഉപനോദിന്റെ ബന്ന നീയത്ത് എന്താ? കാശ് കിട്ടണം. കാശ് കിട്ടുന്ന നീയത്ത് ഈ നാട്ടിൽ നിന്ന് പൈസ ഇട്ടാൻ വേണ്ടി ഓതിയാ പിന്നെ പരലോകത്ത് കൂലിണ്ടതിന്. അപ്പൊ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ മരിച്ചു, ഭാര്യമാര് മരിച്ചു, മക്കൾ മരിച്ചു. അവിടെ എവിടെയെങ്കിലും വെച്ചൊരു ഖുർആനോത്തുണ്ടായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ 100 കണക്കിന് ഹാഫിളീങ്ങൾ അവിടെ ഉണ്ടായി. റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്നിട്ട് ഖുർആൻ ഓതിയോ? ഇതാ നിങ്ങൾ തെളിയിക്കേണ്ടത്. നിങ്ങളെ ഫിഖിന്റെ കിതാബിൽ സുന്നത്താണ് പറഞ്ഞോ? ഇമാം നവവി തന്നെ പറഞ്ഞെന്താ? ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ.
മരിച്ച ആൾക്ക് വേണ്ടി മരിച്ചവരുടെ മേൽ യാസീനോദനം, മരണം ആസന്നമായവരുടെ മേൽ യാസീനോദനം എന്നും ചില ആളുകൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അത് ആ ഹദീസിനെ സംബന്ധിച്ച് ഇസ്നാദുഹു ദഈഫുൻ ഫീഹി മജ്ഹൂലാനി, അതിന്റെ സനദ് ദുർബലമാണ്, അതിൽ അറിയപ്പെടാത്ത രണ്ടാളുകളുണ്ട്. ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥാപിതമാകണമെങ്കിൽ സ്വഹീഹായ ഹദീസ് വേണം. അത് സ്വഹീഹായ ഹദീസ് അല്ല. മരിച്ചവർക്ക് കൊണ്ട് യാസീനോദലോ മരിച്ചേർത്ത് ഖുർആനോദനോ സ്വഹീഹായ ഒറ്റ ഹദീസുമില്ല. അതുകൊണ്ടാണ് ശാഫി മദ്ഹബുകാരനായ ഇബ്നു കസീർ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തിൽ നിന്ന് പറഞ്ഞത്, മരിച്ച ആൾക്ക് വേണ്ടി ഖുർആൻ ഓതി പാർസൽ അയച്ചാൽ അതിന്റെ കൂലി മരിച്ച ആൾക്ക് എത്തുകയില്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നിയമം പഠിപ്പിച്ചത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ അതിന് ഉപദേശിക്കാതിരുന്നത്. ഖണ്ഡിതമായോ സൂചനയിൽ പോലുമോ അതിന് നിർദ്ദേശം നൽകാതിരുന്നത്. ഒരൊറ്റ സഹാബിയും മരിച്ചെടുത്ത് ഖുർആൻ ഓതിയത് ഉദ്ധരിക്കപ്പെടാത്തതും അതുകൊണ്ടാണ്. അപ്പൊ നബി ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചിട്ടില്ല, സഹാബികൾ ഒരാളിൽ നിന്നും വന്നിട്ടില്ല മരിച്ചെടുത്ത് ഖുർആനോത്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളല്ല പറഞ്ഞത്, നിങ്ങൾ തന്നെ ബഹുമാനിക്കുന്ന ഇതാ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. പിന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ എന്തൊക്കെയോ പറഞ്ഞത്, മരിച്ചാളെ മുഖം തുറന്ന് കാണിച്ചു കൊടുക്കുന്നതിന് ഫിയറ്റുകാരന്റെ ഡിക്ക് പൊന്തിച്ചു കൊടുക്കണമായിരുന്നു. അത് ഖുറാഫിന്റെതാണെങ്കിലോ പിന്നെ എരുമന്റെ വായിൽ ഒന്നിച്ചു കൊടുക്കണമായിരിയ ആണോ? അതും പറഞ്ഞോളിന്നാല് നിങ്ങൾ മൃഗ ഡോക്ടറെ അടുത്ത് ചെന്നാല് കമ്പൗണ്ടർ പൊന്തിക്കും. ഡോക്ടർ എന്നാ ഇതാണോ അവിടെ നടക്കണത്? അതും പറഞ്ഞു. അങ്ങനെയൊക്കെ കളിയാക്കുകയാണെങ്കിൽ എന്തൊക്കെ കളിയാക്കാ. എന്നിട്ട് പറയാ ഫിയറ്റുകാരന്റെ ഡിക്ക് പൊന്തിച്ചു കൊടുക്കണമാതിരി മുഖം കാണിച്ചു കൊടുക്കും. മരിച്ച മയ്യത്തിന്റെ മുഖം കാണുമ്പോൾ മുസ്ലിമീങ്ങൾ ദ്വാ ചെയ്യാണ്. അവിടെ ചെന്നിട്ട് ഇപ്പൊ നമ്മളെ സ്ഥലത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ മരിച്ചു എന്ന് പെട്ടെന്ന് അറിഞ്ഞാൽ നമ്മളവിടെ പോണ വൈക്കാണെങ്കിൽ അറിയിച്ചൊരു മുസ്ലിമിന്റെ മയ്യത്ത് കണ്ടാലുള്ള കൂലിയാണ്. നമ്മളവിടെ ചെന്നിട്ട് ഇപ്പം മുജാഹിദാണോ, ഇപ്പം സുന്നിയാണോ, AP ആണോ, ആനയാണോ, ടൈഗർ ആണോ, ഇതൊക്കെ അന്വേഷിച്ചിട്ടാ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിട്ട് ആ മുഖം ഒന്ന് കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കും അയാൾക്ക് വേണ്ടിയിട്ട്. ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കലല്ലേ? ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് മുസ്ലിമീങ്ങൾ മയ്യത്ത് കാണുന്നത്. അതിനെ പരിഹസിക്ക, ഫിയറ്റുകാരന്റെ ഡിക്ക് ഒന്നിച്ചു കൊടുക്കും പോലെ ഒന്നിച്ചു കൊടുക്കുന്നു. എന്നിട്ടോ മയ്യത്ത് കൊണ്ടുപോണത് ഇവൻ തന്നെ ചില സ്ഥലത്ത് പറഞ്ഞത് തേക്കും കുറ്റി നിലമ്പൂർക്കാട്ടിലെ തേക്ക് മില്ലിൽ കൊണ്ടുപോകണമല്ലേ വഹാബിന്റെ മയ്യത്ത് കൊണ്ടുപോണത്. എന്താ ദിക്റില്ല എന്നാ പിടിച്ചോ. ഇമാം നവവി എന്താ പറഞ്ഞത്? വഅലം അന്ന സവാബൽ മുഖ്താർ മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹും അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ. ജനാസയുടെ കൂടെ നടക്കുമ്പോൾ മൗനം പാലിക്കലാണ് സലഫ് സാലിഹുകൾ നടന്നു വന്നത്. അതാണ് ഏറ്റവും ശരിയും നമ്മുടെ മദ്ഹബിലെ പ്രബലമായ വീക്ഷണവും. കണ്ടോ? ഫലാ യുർഫഉ സൗത്തും ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക. ഖുർആൻ പാരായണം കൊണ്ടോ ദിക്ർ കൊണ്ടോ മറ്റൊന്നു കൊണ്ടുമോ ശബ്ദം ഉയർത്തപ്പെടാൻ പാടില്ല. കണ്ടോ? അതാ പറഞ്ഞത്. ഖുർആൻ പാരായണോ ദിക്റോ ഒന്നുകൊണ്ടും ശബ്ദം ഉയർത്ത സുകൂത്ത് വേണമെന്നാണ്. വൽ ഹിക്മത്തു ഫീഹി ലാഹിറത്തുൻ, അതിലുള്ള തത്വം വളരെ വ്യക്തമാണ്. വഹി അന്നഹു അസ്കലു ലിഖാതിരിഹി, അതാണ് മയ്യത്തിന്റെ കൂടെ പോണ ആളുടെ മനസ്സിന് സമാധാനം നൽകുന്നത്. വാജിബാലി ഫിക്രിഹി ഫീമാ യതഅല്ലഖു ബിൽ ജനാസ, ജനാസയുടെ കൂടെ നടക്കുന്ന ആളുടെ ചിന്ത ജനാസയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉടക്കി നിർത്താൻ, അതിൽ സമ്മേളിപ്പിക്കാൻ യോജിച്ചതും അതാണ്. ഇതിനെതിരെ ചെയ്യുന്നവർ അധികമുണ്ടാവും, നീ വഞ്ചിതരാകരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അല്ലദ്കാറിൽ പറയുന്നത്. സുക്കൂത്ത് വേണമെന്നാ പറഞ്ഞത്. മൗനമായി കൊണ്ടുപോകണം, മിണ്ടാതെ കൊണ്ടുപോകണം. ഇപ്പൊ മുസ്ലിയാക്കന്മാര് പറഞ്ഞു സുക്കൂത്ത് എന്ന് പറഞ്ഞാല് വലിയ അഷ്ടം പൊളിയ മാത്രം ഒച്ചി പറയരുത് എന്നാണ്. പിറൂർക്കണിന് കുഴപ്പമില്ല. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നിട്ട് ഉസ്കൂത്ത് എന്ന എന്താ അർത്ഥം? പിറൂർ തോളിയിടാനാ? അല്ലല്ലോ. ഷട്ടപ്പ് യുവർ മൗത്ത് എന്ന അർത്ഥാണ്. ചുണ്ടാനക്കരുത്, സംസാരിക്കരുത് എന്നാണ്. ഇതിപ്പോ അവസാനമായിട്ട് നമ്മുടെ റഹ്മത്തുള്ളാഹി ഖാസിമി അദ്ദേഹം അവസാനം ജനങ്ങളോട് സമ്മതിക്കാണ് ഏറ്റവും അഫ്ളൽ സുക്കൂത്ത് തന്നെയാണ്. അതൊന്ന് കാണിച്ചു കൊടുക്കും ആണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവുമില്ല. ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ ഇമാം 1000 കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫ് സാലിഹീങ്ങൾ സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത്
الآن ينظر إلى جماعة يحضرون إلا وأكثرهم يضحكون. ഇന്ന് അധികരിച്ച ആളുകൾ പോണ ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഗസാലി ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട്, ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായാണ് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാതെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ്. ഇത് എഴുതി വെക്കുന്നത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ്. 6-ാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഏകദേശം 8-9 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട. വളരെ ചിന്തിക്കണം. ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല. അതിന് മനുഷ്യനോട് കഴിയൂല. സ്വന്തം വാപ്പ മറിച്ചാലും അവന് വർത്താനം പറയണം. അപ്പൊ ഇനി ബാക്കി മൂപ്പര് പറയുന്നതായിരിക്കും, അങ്ങനെ ആളുകൾ വർത്താനം പറയാൻ തുടങ്ങിയതുകൊണ്ട് ആ വർത്താനം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ദിക്ർ തുടങ്ങിയതാണ് എന്നായിരിക്കും ഇനി പറയാൻ പോണത്, അല്ലേ? പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മൂപ്പര് സമ്മതിച്ചു ഏറ്റവും അഫ്ളല് സുക്കൂത്താണ്. അതിനെന്താ അവിടെ തടസ്സം? എന്താ തടസ്സം? മിണ്ടാതെ പോകുന്നതിന് ഇപ്പൊ മുജാഹിദുകളായ ഞങ്ങളത് ചെയ്യുന്നുണ്ടല്ലോ. ആരെങ്കിലും വർത്താനം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കുറെ ദൂരത്തൊക്കെ വരുന്ന എപ്പോഴേ വന്നു നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ചോദിക്കും. മയ്യത്തപ്പോ നമ്മൾ ഇങ്ങനെ ആട്ടും, മിണ്ടരുത്. ആരെങ്കിലും സംസാരിച്ച ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്തിനാത്? മിണ്ടാതെ പോകണം. മയ്യത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എന്റെയും അവസ്ഥ ഇതാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് പോകണം. അത് ഫിഖിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. സലഫുകൾ ചെയ്തത്, സഹാബികൾ, താബികൾ, താബികൾ, ഇവർക്കാണ് സലഫ് സാലികൾ എന്ന് പറയാ. ആ 3 തലമുറ ചെയ്തതാണ്. ഇങ്ങക്ക് എവിടെയോ പാരമ്പര്യം? നിങ്ങളത് പുത്തൻവാദമല്ലേ? ഞങ്ങളെയാണോ നിങ്ങൾ പാരമ്പര്യം ചോദ്യം ചെയ്യുന്നത്? സലഫുകൾ നടന്ന മാർഗം ഇന്ന് നടക്കുന്നത് ഞങ്ങളാണ് സലഫികൾ. നിങ്ങളിപ്പോ പുസ്തകം ഇറക്കിയല്ലോ, നിങ്ങളാണ് സലഫികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ആക്ഷേപമില്ല. നിങ്ങൾ ഓരോ കർമ്മങ്ങളും സലഫ് സാലികൾ ചെയ്തത്, നിങ്ങൾ ഓരോ വിശ്വാസങ്ങളും സലഫ് സാലികൾ വിശ്വസിച്ചത് പ്രമാണങ്ങൾ ഉദ്ധരിച്ച് തെളിയിച്ചാൽ ഞങ്ങളുടെ കുത്തകയൊന്നുമല്ലാതെ അതൊരു വിഭാഗത്തിന്റെയോ സംഘടനയുടെയോ പേരല്ല, ഒരാദർശ കൂട്ടായ്മയുടെ പേരാണ്. ആദർശവാദികൾക്ക് എല്ലാവർക്കും അത് സ്വീകരിക്കാം. പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ? സലഫുകൾ പറഞ്ഞത് അതാണെന്ന് ഇമാം നവവി പറഞ്ഞിട്ടും അതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് മുജാഹിദുകളായികൾ മരിച്ചാല് ചില സ്ഥലത്തൊക്കെ മുജാഹിദുകൾ 2-3 ആളെ ഉണ്ടാകുള്ളൂ. പ്രബലമായ കക്ഷികൾ ഇവരായിരിക്കും. അപ്പൊ അവര് വന്നിട്ട് ഓന്റെ ഒന്ന് നാലോണം ദിക്റിൽ കൊണ്ടോണം നമുക്ക്. അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുജാഹിദിനെ തോൽപ്പിക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. മരിച്ചതിന് ശേഷം തോൽപ്പിക്കാൻ വരും. പിന്നെ കുടുംബങ്ങളൊന്നും മിണ്ടൂല്ല. ഇനിയിപ്പോ ഈ മരിച്ച വീട്ടിലൊരു കച്ചറ ഉണ്ടാണ്ടെന്ന് വിചാരിച്ചിട്ട് മദ്ഹബിന്റെ തന്നെ കിതാബുകളിലുള്ള നിങ്ങളെ ഇമാമുകളെ ഉദ്ധരണിക്കെതിരിൽ നിങ്ങളിപ്പോ പറയാണ്. എന്നിട്ട് പശു ചത്ത പോലെ, നിലമ്പൂർക്കാട്ടിലെ തേക്ക് കൊണ്ടുപോകും പോലെ, ഫിയറ്റുകാരന് ഡിക്ക് തുറക്കും പോലെ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്തെല്ലാം പറയാനുണ്ട്. പക്ഷേ അത്തരം വായാടികൾക്കൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നെ സുഹൃത്തുക്കളെ, ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഓതാത്തതിനെ സംബന്ധിച്ച് പറഞ്ഞെന്താ അറിയോ? മരിച്ച വീട്ടിൽ മാതൃഭൂമി വായിക്കല് അതിന് അവർക്ക് എതിർപ്പില്ല. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്നില്ല അവർക്ക് എതിർപ്പ്. ഖുർആൻ ഓതുക എന്നത് ഒരു പുണ്യകർമ്മമായി ചെയ്യുന്നതാണ്. മാതൃഭൂമി വായിക്കൽ ആരും ഒരു പുണ്യകർമ്മല്ല, അതൊരു ദീനീ കാര്യമല്ല. ദീനിന്റെ ഒരു പുതിയത് ഉണ്ടാക്കുക എന്നുള്ളത് വലിയ തെറ്റാണ്. അത് ഏത് കാര്യമായാലും ശരി റസൂൽ പഠിപ്പിക്കാത്തത് മാതൃഭൂമി വായിക്കൽ ഭൗതിക കാര്യമാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യം. എല്ലാവരും മാതൃഭൂമി വായിച്ച് രാഷ്ട്രീയ ചർച്ച ചെയ്യണമെന്നോ അവിടെ ചലച്ചിത്രഗാനം വെക്കണമെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മരിച്ച വീട്ടിൽ ചെന്നാലും അടക്കി മാത്രം സംസാരിക്കണം. വലിയ ഒച്ചത്തിൽ സംസാരിക്കുക, ചിരിച്ചു കളിക്കുകയൊന്നും ചെയ്യരുത്. വീട്ടുകാരുടെ ദുഃഖത്തിൽ പങ്കുകൊള്ളുന്ന രൂപത്തിൽ അവിടെ ഇരിക്കുകയും പെരുമാറുകയും വേണമെന്നൊക്കെ ഞങ്ങളും ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചിന്തയോടുകൂടി മൗനമായി കൊണ്ടുപോകണം. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിന് നിങ്ങൾ എന്തിനോട് ഉപമിച്ചാലും ഞങ്ങൾക്കത് പ്രശ്നമില്ല. സുന്നത്തിനെ പിൻപറ്റുന്നവരെ പരിഹസിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായത് കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഖുർആന്റെ ബഹുമാനം ഇല്ലാത്തവരാന്ന് പറയുന്നുണ്ടല്ലോ മയ്യത്തിന്റെ അടുത്ത് ഖുർആൻ ഓതാത്തിന്റെ പേരിൽ. എന്നാൽ ഈ AP സുന്നികളിൽ ലക്ഷദ്വീപില് ഖുർആൻ വാർപ്പിന് പലകടിക്കുമ്പോ അതിന്റെ ഓട്ട അടക്കാൻ ഉപയോഗിച്ചു എന്നാണ് അസ്സൽ സക്കാഫി കൂട്ടൂർ പറഞ്ഞത്. ഒന്ന് കേട്ടോളി.
കവരത്തി എന്ന് പറയുന്ന ദ്വീപിൽ, ആന്ത്രോത്ത് എന്ന് പറയുന്ന ദ്വീപിൽ, അഗത്തി എന്ന് പറയുന്ന ദ്വീപിൽ അവിടെ ആരാ പ്രവർത്തിക്കുന്നത്? അവിടെ അവർക്ക് ഒരു വിഘടിത സ്ഥാപനം ഉണ്ടാക്കിയപ്പോ സ്വാഭാവികമായിട്ട് വാർപ്പിന്റെ പണി നടക്കുമ്പോ അവിടെ വാർപ്പിന് ചോർച്ച വരാതിരിക്കാൻ കടലാസ് കൊണ്ട് ചെറിയൊരു ഫില്ല് ചെയ്ത് വെക്കാറുണ്ട്. അതിനു വേണ്ടി കടലാസ് തിറ്റു വെക്കുന്നതിന് വേണ്ടി അവർ തെരഞ്ഞെടുത്ത എന്താ അറിയോ? പരിശുദ്ധമായ ഖുർആന. അകത്തിയിൽ പരിശുദ്ധമായ ഖുർആൻ വലിച്ചു ചീന്തിയിട്ട് ഇത് റസ്മുൽ ഉസ്മാൻ അല്ല, ഇത് ഈക്കക്കാര പുസ്തകം എന്ന് പറഞ്ഞിട്ട് അത് ചീന്തിയിട്ടാണ് പിന്നെ ഇവർ ഈ വാർപ്പിന്റെ തൂണൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോ പലകന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഓട്ട തൂർത്ത് വെക്കുന്നത്. എങ്ങനെയുണ്ട്? ഇവരാണ് ഇപ്പൊ ഞങ്ങളെ കുറ്റം പറയുന്നത്. ഞങ്ങൾ എവിടെയെങ്കിലും അങ്ങനത്തെ വല്ല ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ? ആർക്കാ ഖുർആന്റെ ബഹുമാനം ഇല്ലാത്തത്? ഏപ്പിക്കാർ ചെയ്ത പണിയാപ്പി പറഞ്ഞത്. ആരാ പറഞ്ഞത്? കാന്തപുരം മുസ്ലിയാരുടെ ഉപ്പും ചോറും എന്ന് പറഞ്ഞ സാക്ഷാൽ അസൻസക്കാഫിങ്ങളെ നാട്ടുകാരൻ പൂക്കോട്ടൂർക്കാരൻ അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയിടത്തോതും ഓതാൻ പ്രേരിപ്പിച്ചിടത്തോതും ഞങ്ങളെ വകയായിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ഖുർആൻ ഓതൽ പുണ്യമാണെന്ന് പറയണമെങ്കിൽ അങ്ങനെ ഹദീത്തിൽ ഉണ്ടായിരിക്കണം. ഹദീത്തിൽ അതില്ല എന്നതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത്. പിന്നെ മന്ത്രത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഏകാഭിപ്രായമില്ല എന്നാണ്. സക്കരിയ സലാഹി തന്നെ മന്ത്രത്തെക്കുറിച്ച് ഒരിക്കൽ തന്ത്രമാണ് കുതന്ത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയാൾ തന്നെ പറയുന്നു, നിങ്ങളെ കുട്ടിയെ അല്ലാതെ നിർത്താതെ കരയുമ്പോൾ കുട്ടിയെ നിങ്ങൾ നജത്തെന്ന് ശുദ്ധിയാക്കിയിട്ട് ആയത്തുൽ കുർസി ഓതി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ കണ്ടോ ഇപ്പൊ മന്ത്രം ചെയ്യണ്ടെന്ന് വന്നു. എത്രയോ കാലമായി മുജാഹിദുകൾ പറയുന്ന ഒരു കാര്യമാണ് മന്ത്രമുണ്ട്. മന്ത്രം എന്ന് പറയുന്നത് മന്ത്രവാദമോ മന്ത്രവ്യവസായമോ അല്ല, പ്രാർത്ഥനയാണത്, ദിക്റുകളാണ്, ദുആകളാണ്, ഖുർആൻ വാക്യങ്ങളാണ്. അത് ഓരോരുത്തരും സ്വന്തം നിലയ്ക്ക് ചെയ്യാം. അറിയാത്തവർക്ക് അറിയുന്നവർ പറഞ്ഞു കൊടുക്കാം. നമ്മളെ വീട്ടിലുള്ള രോഗിക്ക് നമ്മൾ തന്നെ ചെയ്യാം. സന്ദർശിക്കാൻ വരുന്നത് മുസ്ലിയാരായാലും സുഹൃത്തായാലും ആർക്കും രോഗിക്ക് മന്ത്രിച്ചു കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. ഇത് ഞങ്ങൾ എത്രയോ കാലമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പേരോട് ഈ അടുത്ത് നാദാപുരത്ത് എന്താ പറഞ്ഞോ? മന്ത്രം ഇല്ല എന്നായിരുന്നു മുജാഹിദീങ്ങൾ പറഞ്ഞിരുന്നത്. 2006 ഞാൻ എന്നോട് കണ്ണലപ്പ സംഘം നടത്താൻ ഈ മൗലവി ഇവിടെ വന്നപ്പോ ഞാൻ സമ്മതിപ്പിച്ചു മന്ത്രമുണ്ട് എന്ന്. കണ്ടോ? അതൊന്ന് കേട്ടോളിങ്ങൾ. നാദാപുരത്ത് ഹുസൈൻ സലഫി അതിനെ സംബന്ധിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇത് മാത്രമാണോ ഇവര് പറഞ്ഞത്? പിന്നെയും മൂപ്പരാശ്വസിക്കുന്നുണ്ടെന്ന്. ഇതാ മുജാഹിദുകൾ 2006 സമ്മതിച്ചിരിക്കുന്നു എന്ത്? മന്ത്രം പാടില്ല എന്നാ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ മന്ത്രമാവാമെന്ന് മൗലവി എന്റെ മുമ്പിൽ വെച്ച് സമ്മതിച്ചു പോയി. എന്താ ആശ്വാസം? ഒക്കെ സമ്മതിക്കണം. ഞാൻ മുമ്പ് മന്ത്രം പാടില്ല എന്ന് പറഞ്ഞു. മുമ്പ് ഞാൻ പറഞ്ഞു മന്ത്രിക്കരുതേ ഒരിക്കലും. കഴിഞ്ഞ പ്രസംഗം കേട്ടവർക്കറിയില്ലേ, മന്ത്രം എന്ന CD തന്നെയുമില്ലേ ഈ ഉള്ളവനടക്കമുള്ള പല പ്രഭാഷകന്മാർക്കുമില്ലേ? അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ മന്ത്രത്തെ സംബന്ധിച്ചെന്താ പറഞ്ഞത്? മന്ത്രം ഉണ്ട്, അതിൽ ശരിയായ മന്ത്രങ്ങളാണ് ഇസ്ലാമിൻ്റെത്. മന്ത്രവാദമില്ല, ദുർമന്ത്രമില്ല എന്നൊക്കെ വിശദീകരിക്കാറില്ലേ? ഇത്രയും പച്ചയായി ഞങ്ങൾ പറയുന്ന കാര്യങ്ങള് എന്തിന് നിങ്ങൾ ഈ നാദാപുരത്തെ ജനങ്ങളെ മുമ്പിൽ വന്നിട്ട് കള്ളം പറയുന്നു? ആരാണിവിടെ മന്ത്രത്തെ നിഷേധിച്ചത്? എന്നിട്ട് മൂപ്പര് പറയാണെന്ത്? മൗലവി ഇതാ മന്ത്രം ഇപ്പോൾ ഉണ്ടെന്ന് സമ്മതിച്ചിരിക്കുന്നു, അതും 2006 സമ്മതിച്ചിരിക്കുന്നു. ആദ്യം സമ്മതിച്ചു എന്ന ഭാഗം കേട്ടോളൂ, പിന്നെ 2006 സമ്മതിച്ചത് എന്നതും കേട്ടോളൂ. മന്ത്രിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞത്. മന്ത്രിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞത്. മന്ത്രിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മൂന്നോട്ട് ഇട്ടിട്ടോ ഒരിക്കലും ഉപരി പറഞ്ഞത് മനസ്സിലായിക്കോട്ടെ പറഞ്ഞതാ. എന്ത് മന്ത്രിക്കാൻ പാടില്ല എന്നാ ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞത്? ഇതിനെന്താ പേര് പറയേണ്ടത്? പച്ച നോണാന്നോ പച്ച കള്ളന്നോ എന്താ പറയേണ്ടത്? എന്താ പറയേണ്ടത് നിങ്ങൾ പറയും? ഇതുവരെ അങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഇവിടെ വന്നിട്ട് സമ്മതിക്കണം. പിന്നെ എന്നാ സമ്മതിച്ചത്? അടുത്തുള്ള ആളോട് ചോദിക്കാം. ഇത് 2006 അല്ലേ? ഇപ്പൊ 2006 സമ്മതിച്ചു. കേട്ടോ രംഗം? 2006 ആയപ്പോൾ പേരോടുമായി സെലഫി വന്ന് നാദാപുരത്ത് മുട്ടിയപ്പോൾ സെലഫി അതാ സമ്മതിക്കുന്നു, മന്ത്രത്തിന് ഞങ്ങൾ എതിരല്ല. കണ്ടോ നോണ കണ്ടോ? ഇതിനെന്താ പിന്നെ ഞാൻ പറയേണ്ടത്? ഞാൻ പിന്നെ മൂപ്പരെ എന്താ വിളിക്കേണ്ടത്? സിദ്ദീഖ് എന്ന് വിളിക്കണം? ഞാൻ പിന്നെ എന്താ മൂപ്പരെ വിളിക്കേണ്ടത്? ഈ രൂപത്തിലുള്ള കളവ് പറയുന്നത് 2006 സുഹൃത്തുക്കളെ, ഏത് കാലത്തായി ഇതിനെ നിഷേധിച്ചത്? ഇതാ ഈ കാണുന്ന വ്യവസ്ഥ കണ്ടോ? കുണ്ടുതോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയാണ്. കുണ്ടുതോട് വാദപ്രതിവാദം ഞങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും നിങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും ഒരേ വേദിയിലിരുന്ന് നടത്താൻ വേണ്ടി വ്യവസ്ഥ എഴുതിയതല്ലേ?
ആ വ്യവസ്ഥ നിങ്ങൾക്ക് കാണാം. ഏതാണ് വ്യവസ്ഥ എഴുതിയ കൊല്ലം? 1974 ജൂൺ 1974 ജൂൺ 1-9-28 തീയതികളിൽ ചേർന്ന സുന്നി മുജാഹിദ് സംയുക്ത യോഗം തീരുമാനിച്ച വാദപ്രതിവാദ വിഷയങ്ങൾ 74 ഇതിൽ നിങ്ങൾക്ക് കാണാം. മന്ത്രത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല, മന്ത്രത്തിന്റെ കാര്യത്തിൽ മുജാഹിദുകളോട് വിയോജിക്കേണ്ടതില്ല. രണ്ടു കൂട്ടർക്കും ആ നിലക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള നിലക്ക് വാദപ്രതിവാദം നടത്തേണ്ടത് വിഷയമല്ല. തർക്കമുണ്ടെങ്കിലല്ലേ വാദപ്രതിവാദം ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ വിഷയം നമുക്ക് മാറ്റിവെക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും ഒപ്പിട്ട് കൈമാറിയ വ്യവസ്ഥയുടെ കോപ്പിയാ നിങ്ങൾ കണ്ടത്. പൊളിഞ്ഞില്ലേ പേരോടിന്റെ വാദം? 2006 പേരോടുമായി സലഫി നാദാപുരത്തങ്ങ് മുട്ടിയപ്പോ മൗലവി സമ്മതിച്ചു പോയി എന്ന് പറഞ്ഞത് പച്ചക്കളവല്ലേ? നിങ്ങൾക്ക് ഈമാനുണ്ടോ? 1974 ഞാനല്ലേ നിങ്ങളോട് പറയുന്നത് 74 അങ്ങനെ നടന്നിട്ടില്ലേ എന്ന്? നിങ്ങളുടെ ഗുരുക്കന്മാരോടൊന്ന് ചോദിച്ചുകൂടെ? ഉസ്താദുമാരോടൊന്ന് ചോദിച്ചുകൂടെ? നിങ്ങൾക്ക് എന്താ പറ്റിപ്പോയത്? ഇങ്ങനെ കള്ളം പറയുന്ന നിലക്ക് എന്തേ നിങ്ങൾ ഇങ്ങനെ അധപ്പതിച്ചു പോയത്? ഇനിയും കേട്ടോ, കേരള നദുവത്തുൽ മുജാഹിദീൻ ഇറക്കിയ പരിഭാഷ. വിശുദ്ധ ഖുർആൻ വിവരണം 4-ാം വാള്യത്തിൽ അതാ സൂറത്തുൽ ഫലഖിന്റെ വിശദീകരണത്തിൽ അമാനി മുഹമ്മദ് മൗലവി അടക്കമുള്ള കുറെ പണ്ഡിതന്മാർ ചേർന്ന് എഴുതിയ ഈ പരിഭാഷ, ഈ വ്യാഖ്യാനം എത്രയോ കൊല്ലങ്ങളായില്ലേ മുസ്ലിം കൈരളിക്ക് സംഭാവനയായി നൽകപ്പെട്ടിട്ട്. അതിൽ പറയുന്ന വാചകം കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ 3 സൂറത്തുകൾ ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈ കൊണ്ട് തടവിക്കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു അൻഹാ പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ശേഷം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം കേട്ടോ. മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം. ഏതെങ്കിലും ആളുകൾ ഇനി മുജാഹിദിന്റെ നേരെ ഇവരിത് പണ്ട് എതിർത്തവരാണെന്ന് പറയുമോ എന്ന ഒരു ദീർഘവീക്ഷണം കൊണ്ടായിരിക്കാം മൗലവി മന്ത്രത്തെ എതിർക്കുന്നവര് അവരെ വിമർശിച്ചുകൊണ്ട് മൗലവി അന്നേ എഴുതുകയാണ്. മന്ത്രത്തെ എതിർക്കലല്ല, മന്ത്രത്തെ എതിർക്കുന്നവരെ എതിർത്തുകൊണ്ട് മൗലവി എഴുതിയത് കേട്ടോ. അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിന് സ്ഥാനമേ ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ല. അത് ശരിയല്ലെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടമില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു. ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ്. ശേഷം പിന്നെയും അതിന്റെ കുറെ വിവിധ നിയമങ്ങൾ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ മന്ത്രത്തെ ആരാ എതിർത്തത്? നമ്മുടെ പരിഭാഷയിലില്ലേ? കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുമില്ലേ? മാത്രമല്ല നമ്മുടെയൊക്കെ എല്ലാ ആളുകളുടെയും പ്രഭാഷണങ്ങളിൽ പണ്ടേ ജനങ്ങളെ പഠിപ്പിക്കാറുണ്ട്. അനുവദിക്കപ്പെട്ട മന്ത്രമുണ്ട്, നിഷിദ്ധമായ മന്ത്രമുണ്ട്. കൃത്യമായി ഇതൊക്കെ വിശദീകരിച്ച് തരാറില്ലേ? പിന്നെ ഏതെങ്കിലും ബുക്കിൽ, ഇനി KNM-ന്റെ ഏതെങ്കിലും ബുക്കിൽ ഏതെങ്കിലും ഗുളികൻ, അതല്ലെങ്കിൽ ഈ നൂല്, അല്ലെങ്കിൽ ഉറുക്ക്, നറുക്ക്, ഈ രൂപത്തിലുള്ള വാചകങ്ങൾക്കിടയിൽ വല്ല മന്ത്രവും കണ്ടാൽ അത് തെറ്റിദ്ധരിപ്പിക്കണ്ട. അവിടെയൊക്കെ നിഷിദ്ധമായ നൂലുമന്ത്രവും ദുർമന്ത്രവും ഒക്കെയാണ് ഉദ്ദേശിക്കപ്പെട്ടത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ഈ സത്യത്തെ തമസ്കരിക്കാൻ, ഈ സത്യത്തെ നിരാകരിക്കാൻ നിങ്ങളിനി തയ്യാറാവേണ്ടതില്ല. ജനങ്ങൾ വിവരമുള്ളവരാണ്, അവര് ഖുത്ബകൾ കേൾക്കുന്നവരാണ്, അവര് പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ്, അവര് വായിക്കുന്നവരാണ്. മന്ത്രത്തെ എതിർത്തിട്ടില്ല. 974 രേഖ ഞാൻ കാണിച്ചു. അതിന്റെ മുമ്പും അതിന്റെ ശേഷവും ഒന്നും എതിർത്തിട്ടില്ല കേട്ടോ. ഈ നിലയ്ക്ക് എന്തിനാ നിങ്ങൾ കളവ് പറയുന്നത്?